ഹലോ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ സംസാരിച്ച പോലെ ഇന്നെവിറ്റബിൾ 30 എന്നുള്ള സെഷൻ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. നമുക്കൊരു 5 മിനിറ്റ് കാത്തിക്കാം എല്ലാവരും, അല്ലേ? കുറേ പേര് വന്നിങ്ങനെ നോക്കി പോയിട്ടുണ്ട് ക്ലാസ് തുടങ്ങിയെന്ന്. അപ്പം ഒരു 5 മിനിറ്റ് നമുക്ക് കാത്തിട്ട് നമുക്ക് സെഷൻ തുടങ്ങാം. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ പാഠത്തിലും ഫിസിക്സ് എല്ലാ പാഠത്തിലും നമ്മൾ ഫിസിക്സിന് സ്പെഷ്യൽ എടുത്ത് പറഞ്ഞപ്പോൾ കുറേ പേര് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്താ ഫിസിക്സ് മാത്രം ബയോളജി കെമിസ്ട്രി എടുക്കുന്നുണ്ട്, ബയോളജി കെമിസ്ട്രി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫിസിക്സ് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഫിസിക്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ ഇതുപോലത്തെ സെഷൻസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടല്ലേ, എനിക്ക് എക്സാമിന് 1.25 മാസമേ ഉള്ളൂ. അപ്പോൾ തന്നെ നിങ്ങളെല്ലാം ചോദിക്കുന്ന കാര്യമാണ്, അയ്യോ പഴയ കാര്യമൊക്കെ മറന്നുപോയി, ആൾക്ക് ടെൻഷനാണ് വന്നു. നമുക്ക് കാര്യം മനസ്സിലാക്കുക, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വികാരമാണത്. ഫൈനലാകുമ്പോഴത്തേനും അയ്യോ ഞാൻ പഠിച്ചൊക്കെ മറന്നുപോയില്ലല്ലോ, പുകയി പോയല്ലോ എന്നുള്ള തോന്നുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ജസ്റ്റ് ഒന്ന് 1-2 ക്വസ്റ്റ്യൻ ചെയ്ത് ഒന്ന് ബ്രഷ് ചെയ്തെടുത്ത് അത് പഴയ പോലെ തന്നെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പഴയ പോലെ തന്നെ അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടും അത് കുറച്ചുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ സെഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാഠം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള പാഠമാണ്. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് നമ്മൾ വളരെ നിസ്സാരവൽക്കരിക്കുന്ന പാഠമാണ്, കാരണം അത്രക്കും സിമ്പിളാണ്. അപ്പം നമ്മൾ വെറുതെ സാധാരണ നമ്മളിവിടെ സെഷനൊക്കെ എടുക്കുമ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ കൂടെ 1D എന്ന ചാപ്റ്റർ ഉൾപ്പെടുത്തി മൊത്തം 2 കൂടി ഒരു സെഷൻ എടുക്കാറ്. പക്ഷേ യൂണിറ്റ്സ് ആൻഡ് മെഷർ മാത്രം നമുക്ക് ചെയ്ത് കുറച്ച് ആ സാധനം കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് A to Z പറഞ്ഞിട്ട് A to Z ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്ക് ടാറ്റ ബൈ പാഠത്തിനോട് പറയാം. അപ്പോൾ നമ്മൾ അത്ര നിസ്സാരവൽക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു 5 മിനിറ്റ് കാത്ത് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ എനിക്ക് അക്കൗണ്ട്സ് ആയിട്ട് റെസ്പോൺസ് ആയിട്ടോ. എന്നാലിപ്പം നിങ്ങൾക്ക് ശരിക്കും ഇവിടുത്തെ ഒരു സെറ്റപ്പ് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ക്യാമറ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആകെ കിട്ടുന്ന ചെറിയൊരു ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ നിങ്ങളവിടെ ജീവനോടെ ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക നിങ്ങളെ കമൻസിലൂടെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും കുട്ടികൾക്ക് സാധനം മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് അറബി പോലെ കന്നഡ പോലെയാണോ തോന്നുന്നതൊക്കെ ശരിക്കും അവരുടെ മുഖം നോക്കി നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അപ്പോൾ നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് റിപ്ലൈ തരാം. ഓക്കെ, എടാ +2 സ്കോർ കുറവാണ്, നീറ്റ് കിട്ടുമോ? എടാ അതിലൊന്നും ഒരു കാര്യമില്ല. എത്ര വട്ടം ഞാൻ നിങ്ങളുടെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ +2 നിങ്ങൾക്ക് ഫുൾ A+ ആണോ, അല്ലെങ്കിൽ 1200-ൽ 1200 ആണോ, അല്ലെങ്കിൽ CBSE ആണെങ്കിൽ ഫുൾ A1 ആണോ, ഡസൻ മാറ്റർ അല്ലേ? നിങ്ങൾക്കൊരു 50%, 60% ഡസൻ മാറ്റർ. നിങ്ങൾ ഈ ഒരു കൊല്ലം എങ്ങനെ പഠിച്ചു, ഇനി ബാക്കിയുള്ള സമയങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ആ ഒരു കാര്യം മാത്രമുള്ള എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പം എനിക്കിപ്പോൾ നിങ്ങളിപ്പോൾ വെറുതെ മോട്ടിവേറ്റ് ചെയ്തല്ലേ, വെറുതെ നിങ്ങളോട് ഇങ്ങനെ കാര്യങ്ങൾ കള്ളം പറഞ്ഞ് എനിക്ക് നേടാൻ ഒന്നുമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് എന്നാണ്. അപ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഇത് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊരു സാധനമല്ല, കുറച്ചൊക്കെ തല വേണം എന്നൊക്കെ അങ്ങനെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് നമ്മൾ നമ്മൾ വെറുതെ ഇതിനെ തെറ്റിദ്ധരിച്ചതുകൊണ്ട് അതേ തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നതുകൊണ്ട് നിങ്ങൾ പിന്നെയും ഞാൻ ഇത് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് +2ന് യാതൊരു മാർക്കും ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് എത്ര പറഞ്ഞു, നിങ്ങൾ പാസ്റ്റ് എന്തായിക്കോട്ടെ ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. നിങ്ങളുടെ പ്രസൻറ്റിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, നിങ്ങൾ ഈ ഒരു 1 ഇയർ എങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇപ്പോൾ +1 +2 ഒക്കെ ഓൺ ഗോയിങ് ബാച്ച് ആണെങ്കിൽ നിങ്ങൾ നീറ്റ് പ്രിപ്പറേഷൻ എത്ര സമയം കൊടുത്തു, അത് മാത്രം മാറ്റർ ചെയ്യുന്നുണ്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ അത്രയും ഒരു ബേസിക് IQ +2 ജസ്റ്റ് കഷ്ടിച്ച് പാസ് മാർക്ക് വാങ്ങാനുള്ള IQ നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്കിത് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ +1 ഫിസിക്സ് അല്ലേ, +1 ഫിസിക്സ് ആണ് കമ്പാരിറ്റീവ്ലി നമ്മൾ കുറച്ചുകൂടി ചെറിയൊരു വെയിറ്റേജ് കൂടുതലായിട്ട് ഒരു പൊടിക്ക് വെയിറ്റേജ് കൂടുതലായിട്ട് നമ്മൾ ഈ പേപ്പറിൽ കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ +1 തന്നെ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പാഠമായുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ പാർട്ട് 1 ടെസ്റ്റ് ബുക്കിൽ മെയിനായിട്ട് അവിടെ സംസാരിക്കുന്നത് മെക്കാനിക്സ് എന്നുള്ള സംഭവമാണ് അല്ലേ. 1D 2D ലോസ് ഓഫ് മോഷൻ ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലെ ആ ഒരു പാഠങ്ങളെല്ലാം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്, ക്രോണോളജിക്കൽ ഓർഡർ. 1D പഠിച്ചിട്ട് മാത്രം 2D പഠിക്കുക, 2D മാത്രം ക്ലിയർ ആയിട്ട് ലോസ് ഓഫ് മോഷൻ അങ്ങനെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഒരു തേങ്ങയൊക്കെ പുട്ടിടുന്ന പോലത്തെ ഒരു സാധനമാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. എന്തിനാണ് അങ്ങനെ തേങ്ങയൊക്കെ പുട്ടിടുന്നത് പോലെ എന്ന് പറയുന്നത്? കാരണം യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്സ് എന്നുള്ള പാഠത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് നമുക്ക് വരും ദിവസങ്ങളിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എത്ര വട്ടം പറയാണ്ട് പിന്നെയും ഒരു ആമുഖം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയുകയാണ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പല വഴി ചെയ്യാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺവെൻഷനിൽ ചെയ്യാം. ഓക്കെ, കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും V = U + AT, V തന്നിട്ടുണ്ടാവും, U തന്നിട്ടുണ്ടാവും, A തന്നിട്ടുണ്ടാവും, T കണ്ടുപിടിക്കാൻ എക്സാക്ട് ഇക്വേഷൻ ആലോചിച്ച് ഇക്വേഷൻ 1-2 ഇക്വേഷനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ചെയ്യാം. രണ്ടാമത്തെന്ന് പറഞ്ഞാലാണ് നമ്മൾ ലോജിക്ക് വെച്ച് ചെയ്യാം. ഓക്കെ, നമ്മുടെ ലോസ് ഓഫ് മോഷൻ്റെ വീഡിയോ ഒക്കെ ഇപ്പം നിങ്ങളുടെ യൂട്യൂബ് ലൈവ് സ്ട്രീമിൽ നേരത്തെ ഉള്ള സാധനം ഉണ്ടാവും. അത് ജസ്റ്റ് നിങ്ങൾക്ക് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളതിൽ കുറച്ച് ലോജിക് ക്വസ്റ്റ്യൻസ് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, പിന്നെ മൂന്നാമത്തതുമായാണ് ഡയമെൻഷൻ വഴി ചെയ്യാം.
അത് ഡയമെൻഷനൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യനൊക്കെ ഭയങ്കര 4-5 വരികൾക്ക് ഇങ്ങനെ സുറുസുറുന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അയ്യോ കിളി പോയി എന്നുള്ള അവസ്ഥയായിരിക്കും. പക്ഷേ ഒട്ടുമിക്ക അങ്ങനത്തെ ക്വസ്റ്റ്യനിലും ഓപ്ഷൻസ് ഡയമെൻഷനലി ഡിഫറൻ്റ് ആയിരിക്കും. ഒട്ടുമിക്ക ക്വസ്റ്റ്യനും ഡയമെൻഷനലി ഡിഫറൻ്റ് ആയിരിക്കും. കഴിഞ്ഞ നീറ്റ് ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഡയമെൻഷനലി ഡിഫറൻ്റ് ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് കൺവെൻഷനൽ വഴി ചെയ്യാൻ അറിയില്ലെങ്കിലും ഡയമെൻഷൻ വെച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടുമായിരുന്നു. അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഡയമെൻഷണൽ സാധനം ചെറിയ വില ഒന്നുമല്ല ഉള്ളത്. ഓക്കെ, നാലാമത്തതാണ് ഷോർട്ട് കട്ട് വഴി. ഒരുപാട് ഷോർട്ട് കട്ട്സ് ഒരുപാട് പാഠങ്ങളുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് പറയാൻ നമുക്ക് ഈ 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ സമയം തികയാറില്ല. എന്നാലും എന്നെക്കൊണ്ട് പറയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി പറയാനും ഞാൻ നോക്കാം. ഓക്കെ, അപ്പം ഈ ഡയമെൻഷൻ എന്ന സാധനം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ +1 ഫിസിക്സ് ആയിക്കോട്ടെ +2 ഫിസിക്സ് ആയിക്കോട്ടെ അതിലൊക്കെ നിങ്ങൾക്ക് എന്ത് കൊണ്ടിടാം, ഈ ഡയമെൻഷൻ എന്നുള്ള സാധനം കൊണ്ട് ഇടാം അല്ലേ. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ പാഠത്തിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാഠത്തിലോട്ട് പോവുകയാണ്, ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ കൊണ്ട് നമുക്ക് എന്തൊക്കെ യൂസാണുള്ളത്? 3 യൂസാണുള്ളത്. ഒന്ന്, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. ആ തിയറിക്ക് ഒന്നും പോവുകയല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യനിട്ട് പോവാണ്. ക്വസ്റ്റ്യന് മുമ്പായിട്ട് ഈ പാഠത്തിൽ ഏതൊക്കെ ആംഗിളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് മാത്രം പറയുകയാണ്. അതാണ് ഡയമെൻഷൻ്റെ യൂസ്. ഫസ്റ്റ്, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡയമെൻഷൻ്റെ അപ്ലിക്കേഷനാണ്. അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ലെറ്റ് സപ്പോസ് യങ്സ് മോഡുലസ് y = x × a / L × b. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് a? വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് b? വാട്ട് ഈസ് a/b? ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു സാധനം, ഈ ഇക്വേഷൻ = എന്ന് പറഞ്ഞ് എഴുതണമെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിലെ ഡയമെൻഷനും ഈ സൈഡിലെ ഡയമെൻഷനും സെയിം ആയിരിക്കും. അങ്ങനെ നമ്മൾ എൻ്റെയും ബീൻ്റെ ഒക്കെ ഡയമെൻഷൻ കണ്ടെത്തുന്നു. രണ്ടാമത്തെ എന്താണ്? ടു ചേഞ്ച് ദ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ടു ചേഞ്ച് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ലേ. സിസ്റ്റം ഓഫ് ഇപ്പം നമുക്ക് CGS യൂണിറ്റിനെ MKS യൂണിറ്റ് ആക്കുക അല്ലേ. അങ്ങനത്തെ സിമ്പിൾ സാധനങ്ങളൊക്കെ. അതിൻ്റെ ബേസിക് ഇക്വേഷൻ എന്താണ്? N1U1 = N2U2 അല്ലേ. magnitude N1 into unit U1 is equal to secondത്തെ magnitude to secondത്തെ unit N2U2. ഓക്കെ, അടുത്തെന്താണ്? ടു ഡിറൈവ്. ഇതാണ് ഇതിൽ കുറച്ചൊന്ന് ചെയ്യാനുള്ള ഒരു സാധനം. ടു ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സാധനങ്ങൾ അല്ലേ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ തരും, മാസ് സപ്പോസ് മാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് റേസ് ടു A, യങ്സ് മോഡുലസ് റേസ് ടു B. വാട്ട് ഈസ് AB എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്ന്, പിന്നെ ഇതിന് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് എറേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലേ. സിമ്പിളായിട്ട് എറേഴ്സ് എന്ന് ഭയങ്കര സിമ്പിളാണ് അല്ലേ. നിങ്ങൾക്ക് ആ സാധനങ്ങളൊക്കെ അറിയാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ അടുത്ത ഈ ഭാഗത്തിൽ എന്താണ്? വെർനിയർ കാലിപ്പർ സ്ക്രൂ ഗേജ്. ഓക്കെ, കഴിഞ്ഞ നമ്മുടെ ഈ സെഷനിൽ ഞാൻ ഈ ഭാഗം ഒന്ന് വിട്ടുപോയി. നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ആ സ്ഥാനത്ത് നിന്ന് ചെയ്യാം. ഓക്കെ, വെർനിയർ കാലിപ്പർ ആൻഡ് സ്ക്രൂ ഗേജ്. അപ്പോൾ ഈ പാഠത്തോടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് പാഠം തീരുകയാണ്. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള പാഠം നിങ്ങൾ പഠിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. വൺ ഓഫ് ദ മോസ്റ്റ് സിമ്പിൾ പാഠമാണ്. അത്രക്കും സിമ്പിൾ പാഠമാണ്. നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചിട്ട് നമുക്ക് ഇന്ന് ഒരു 30 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പാഠം നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള പാഠമാണ്. നമുക്ക് 1.5 മണിക്കൂറാണ് സമയമുള്ളത്. അപ്പോൾ 30 ക്വസ്റ്റ്യനേ ഉള്ളൂ. 30 ക്വസ്റ്റ്യൻ എത്ര നേരം തരുന്നു അത്ര നേരം നമ്മൾ ടാറ്റ ബൈ ബൈ സലാം പറയും. ഓക്കെ, അപ്പോൾ നാളെ നമ്മൾ വണ്ടി തുടങ്ങിയിരിക്കും. ഇനിയുള്ള എല്ലാ സെഷനിലും നല്ല ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ മാത്രമാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള പാഠത്തിൽ നിന്നൊക്കെ കുറച്ച് നല്ല ക്വസ്റ്റ്യൻ കണ്ടെടുത്ത് ഭയങ്കര പാടാണ്. കാരണം അതിന് ചോദിക്കുന്ന ലിമിറ്റ് ഉണ്ടാവും. കാരണം ആ പാഠം അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്നാലും നിങ്ങൾക്ക് എല്ലാ കൺസെപ്റ്റും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എത്ര സിമ്പിളായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ചെയ്തോണം. അപ്പോൾ ഞാൻ എങ്ങനെ നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ വെറുതെ ഞാനൊരു 1 man ഷോ കളിക്കാനല്ല വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്തതല്ല, മറിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നു, ഒരു 10 സെക്കൻഡ് നിങ്ങൾ ആലോചിക്കുന്നു, എന്നിട്ട് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടില്ലേ? കാരണം വെർനിയർ കാലിപ്പർ ഇമ്പോർട്ടൻ്റ് ആണോ? വെർനിയർ കാലിപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഒരു മിസ്റ്റേക്ക് വേണ്ടി കഴിഞ്ഞ സെഷൻ ഞാൻ പറഞ്ഞു വെർനിയർ കാലിപ്പർ ചോദിച്ചിട്ട് കുറേ കാലമായിരുന്നു. പക്ഷേ 2018 ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, സ്ക്രൂ ഗേജിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അപ്ഡേറ്റ് ആവാത്തുള്ള പ്രശ്നമാണ്. ഓക്കെ, അപ്പം സിമ്പിളാ. വെർനിയർ കാലിപ്പർ ഭയങ്കര സിമ്പിളാണ്. ആ കൺസെപ്റ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര സിമ്പിൾ. ആകെ 2-3 ഇക്വേഷൻ നിങ്ങൾക്ക് അറിയേണ്ടുള്ളൂ. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ജസ്റ്റ് സാധനം ഇട്ട് കൊടുക്കുക, നിങ്ങൾക്ക് ഉത്തരം കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് സാധനം തുടങ്ങാം. എന്നാ പിടിച്ചോ, വേഗം എല്ലാവരും ഉത്തരം പറഞ്ഞേ, വേഗം ഉത്തരം 10 സെക്കൻഡ് സമയം തരാം. ദ ഡയമെൻഷൻസ് ഓഫ് A/B ഇൻ ദ ഇക്വേഷൻ P = A - T² / BX, where P is pressure, X is distance and T is time R. വേഗം ഓടണം. അവിടെ ഡോപ്പ ക്രാഷിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഡോപ്പ ക്രാഷിൻ്റെ അവസാനത്തെ അഡ്മിഷൻ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ജോയിൻ ചെയ്യാം. ഇപ്പോൾ നോക്ക്, നമ്മളൊക്കെ ഇവിടെ ഏറ്റവും ക്രിസ്പായിട്ട് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഗ്രാസ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് മാത്രമേ പറയുന്നു. വെറുതെ വലിയ NCERT ഒന്നും ഇല്ലാത്ത ഭയങ്കര പുറത്തെ സാധനങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് പഠിച്ചാൽ പാസ്സാവാൻ പറ്റും. ഇപ്പോൾ പഠിച്ചാൽ പാസ്സാവാൻ പറ്റും. ഏറ്റവും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സാധനം മാത്രം ഇവിടെ തരുന്നുള്ളൂ. പിന്നെ ഇന്നത്തെ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ അവസാനം ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് സോൾവ് ചെയ്യും. ലിറ്ററലി ഫസ്റ്റ് ഞാൻ ഇക്വേഷൻ അതൊന്നും തരില്ല. എന്ത് തരില്ല?
ഓപ്ഷൻസ് ഒന്നും തരില്ല, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ABCD എന്ന് പറയാമല്ലോ. അപ്പോൾ നിങ്ങൾ സാധനം കണ്ടുപിടിച്ച് ഉത്തരം ആരാണോ ഫസ്റ്റ് ചാറ്റ് ബോക്സ് ഇടുന്നത് അവർക്ക് ഫ്രീ ആയിട്ട് ഡോപ്പ ക്യാപ്സ്യൂൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ കൂടെ ഇരിക്കുക. അപ്പം ഇതാ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാണ്. ദി ഡയമെൻഷൻസ് A and B in the equation P is equal to A minus T square by B square, where P is pressure and X is distance and T is time is. അപ്പോൾ P പ്രഷർ അല്ലേ, ഞാൻ ടു ചെക്ക് ദ കറക്റ്റ്നസ് ഓഫ് ഇക്വേഷൻ. ഈ സൈഡത്തെ ഡയമെൻഷനും ഈ സൈഡത്തെ ഡയമെൻഷനും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എനിക്ക് പ്രഷറിൻ്റെ ഡയമെൻഷൻ അറിയില്ല. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഏരിയ ml സ്ക്വയർ, ദാറ്റ് ഇസ് ഇക്വൽ ടു ml മൈനസ് T⁻². ഇതാണ് എന്ത്, പ്രഷറിൻ്റെ ഡയമെൻഷൻ അല്ലേ. അപ്പോൾ ഈ സൈഡത്തെ ഡയമെൻഷൻ മറ്റേ സൈഡത്തെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഞാൻ എഴുതുന്നു ml⁻⁻1 T⁻⁻0 T⁻⁻2 ഈസ് ഈക്വൽ ടു, നോക്ക് സൂക്ഷിച്ച് നോക്കുക, A minus T square by BX. അപ്പോൾ A minus T square, T square നിന്ന് Aനെ മൈനസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഒബ്വിയസ്, ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് Aയുടെ ഡയമെൻഷൻ തന്നെ ആവണടാ. Aയുടെ ഡയമെൻഷൻ എന്താവണം, T square ആവണം അല്ലേ. Aനെ T square നിന്ന് മൈനസ് ചെയ്യണമെങ്കിൽ Aയുടെ ഡയമെൻഷൻ എന്താവണടാ, T square ആവണം. അപ്പോൾ Aൻ്റെ ഡയമെൻഷൻ T square ആണെന്ന് എനിക്കറിയാം അല്ലേ. Aയുടെ ഡയമെൻഷൻ T square ആണ്, ഡിവൈഡഡ് ബൈ അല്ലേ. ഇവിടെ T square minus T square നമ്മൾ ഡയമെൻഷൻ മാത്രമേ ചെയ്ത്. അപ്പോൾ ഇവിടുത്തെ മാത്ത് ഡയമെൻഷൻ എന്താണ്, T square. അടിയിൽ എന്താ, BX, വേർ X ഇത് ഡിസ്റ്റൻസ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എക്സിൻ്റെ ഡയമെൻഷൻ എന്താ, L എന്നാകുന്നു. ബീൻ്റെ ഡയമെൻഷൻ എന്ത് എന്നാണ് കണ്ടത്. നമുക്ക് A/B എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ A നമുക്ക് എന്ത് കിട്ടി, Aൻ്റെ ഡയമെൻഷൻ T square ആണ് എന്ന് എനിക്ക് കിട്ടി. ഇനി Bൻ്റെ ഡയമെൻഷൻ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അത് ഇവിടെ നിന്ന് ഞാൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഞാൻ എഴുതുന്നു B ഈസ് ഈക്വൽ ടു, അങ്ങോട്ട് കൊണ്ടുപോയി, B ഈസ് ഈക്വൽ ടു T square ഡിവൈഡഡ് ബൈ ml⁻⁻1 T⁻⁻2 ഇൻറ്റു L അല്ലേ. L പോയി T⁻⁴ ആയി. അപ്പോൾ എന്തായി, B ഈസ് ഈക്വൽ ടു m⁻⁻1 T⁻⁴. ഇതാണ് ബീൻ്റെ ഡയമെൻഷൻ അല്ലേ. സിമ്പിൾ മാത്തമാറ്റിക്സ്, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ A/B എന്ന് പറയുന്നത് എന്താടാ, A എന്ന് പറഞ്ഞാൽ എന്താകുന്നു, ഇത് തെറ്റായിട്ടുണ്ടോ, എന്ത് തെറ്റുണ്ടോ, എന്ത് തെറ്റുണ്ടോ, T square, സോറി, എന്ത് തെറ്റുണ്ടോ, ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ T square, B എന്ന് പറഞ്ഞാൽ എന്താ, m⁻⁻1 T⁻⁴. ഒരു T4 പോയി ബാക്കി എന്താ ഉള്ളതാ, m⁻⁻1 T⁻⁻2. ഇതാണ് A/B ശരിയല്ലേ. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ, ഇത്ര ഓപ്ഷൻ ഉണ്ടോ, m⁻⁻1 ഇല്ല അല്ലേ, m⁻1 അല്ലേ, കാരണം ഡിനോമിനേറ്ററിലായിരുന്നു -1 എന്ന്. അപ്പോൾ ആൻസർ എന്താടാ, ആൻസർ ഓപ്ഷൻ A അല്ലേ. സിമ്പിൾ, അതൊന്നും മനസ്സിലാത്തൊന്നുമില്ലല്ലോ, ജസ്റ്റ് നോക്കുക, ഒന്നുമില്ല, മാത്തമാറ്റിക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ, അതെല്ലാം ഓക്കെ അല്ലേ. എടാ +2 ചാപ്റ്റേഴ്സ് നമുക്ക് എടുക്കാം കേട്ടോ, എനിക്ക് സമയം എടുക്കാം. അപ്പോൾ എനിക്ക് +2 ചാപ്റ്റേഴ്സ് എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളിതിൻ്റെ മുമ്പ് സെഷന് വന്നിട്ടുള്ളത് എൻ്റെ എക്സാമിൻ്റെ ഗ്യാപ്പിലായിരുന്നു, ഒരു 4-5 ദിവസം ഗ്യാപ്പേ ഉള്ളൂ. ആ 4-5 ഗ്യാപ്പിൽ ഇവിടെ എന്താ തുടങ്ങേണ്ടത്, കോമ്പി റൂമാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോമ്പി റൂം തുടങ്ങുമ്പോൾ +1 തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ എന്താണ്, ഇപ്പം പുതിയ ഇന്നോവേറ്റീവ് 31 സെഷൻ തുടങ്ങുകയാണ്. എനിക്ക് 4-ാം തീയതി 5-ാം തീയതി ഒക്കെ ആകുമ്പോൾ റിസൾട്ട് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് വരികയാണെങ്കിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹൗസ് സർജൻസിന് കയറേണ്ടി വരും, അഥവാ പേപ്പർ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് വേണ്ടി പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്തായാലും +2 എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് വേഗം ചെയ്തു പോകും. അതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റൻ ടു ചെക്ക് ദ കറക്റ്റ്നസ് ഓഫ് എൻ ഇക്വേഷൻ, അത്രയേ ഉള്ളൂ. എല്ലാവരും വേഗം ക്വസ്റ്റൻ ചെയ്തിട്ട് വേഗം ഉത്തരം പറഞ്ഞ സിമ്പിൾ സാധനം. വെലോസിറ്റിയാണ് സൈഡിലുള്ളത്. അപ്പം AT, ഈ മച്ചാൻ എന്തെന്നെ ആയിരിക്കും, വെലോസിറ്റിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. ഈ മൊത്തം മച്ചാൻ എന്തെന്നെ ആയിരിക്കും, വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആയിരിക്കും. സിമ്പിൾ സാധനം. ഇതിൽ നിന്ന് മനസ്സിലാക്കണം, ഇതിനടുത്ത് നോക്കണം, സിയും ടിയും ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, സിയും ടിയും ആഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ സിയും ടിയും എന്തെന്നെ ആയിരിക്കും, ഒരേ ഡയമെൻഷൻ ആയിരിക്കണം, അത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ വേഗം ഉത്തരം പറഞ്ഞേ. ഷട്ട വേഗം പറയാം. വേഗം നമുക്ക് 30 നല്ല ക്വസ്റ്റ്യൻ അവസാനത്തോട് വെർണിയർ ക്യാപ്പ് സ്ക്രൂ ഗേജ് ഒക്കെ വെച്ചിട്ടുണ്ട്. വേഗം ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ, ഇതിലൊന്നും ചോദിക്കുകയല്ലേ ബേസിക്കലി. ഓക്കെ, അപ്പോൾ പാഴത്തിന് കുറച്ചൊരു വില കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം മൊത്തം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ദിവസമല്ലേ, നിങ്ങൾക്കൊക്കെ ഒന്ന് അല്ലേ, നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ചെയ്തിട്ട് ഒന്നൊരു കോൺഫിഡൻസ് ഒക്കെ വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ 30 ക്വസ്റ്റ്യൻ ഈ പാടത്തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. എടാ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഫിസിക്സിന് HC വർമ്മയുടെ ബുക്കോ അല്ലെങ്കിൽ വലിയ കടുകട്ടിയുള്ള ബുക്കുകളുടെ ക്വസ്റ്റ്യനൊക്കെ സോൾവ് ചെയ്യുമ്പോൾ, അതാണ് ഏറ്റവും വലിയ നിങ്ങൾ പഠനത്തിലുള്ള ഏറ്റവും വലിയ ഫോൾട്ട്. നിങ്ങൾ ആദ്യം എങ്ങനെ പഠിക്കണം, ഏറ്റവും പൊട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പൊട്ട ക്വസ്റ്റ്യൻസ് ചെയ്യണം. എന്തിനങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയമായിട്ട് എന്ത് വരും, അവിടെ ഒരു കോൺഫിഡൻസ് എന്നുള്ള സാധനം വരും. നിങ്ങൾക്ക് തോന്നും എനിക്ക് എന്തൊക്കെയോ അറിയാം, ഞാനൊരു പൊട്ടനല്ല നിങ്ങൾക്ക് മനസ്സിലാക്കും. അങ്ങനെ പടിയായിട്ട് മാത്രമേ നിങ്ങൾ കയറി പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിതാ
വി ഈസ് ഇക്വൽ ടു എ ടി പ്ലസ് ബി ബൈ ടി പ്ലസ് സി. എൻ്റെ ബിൻ്റെ സീൻ്റെ ഒക്കെ ഡയമെൻഷൻ എന്താ ചോദിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി എന്താണടാ, സിക്കും ടീനും ഒരേ ഡയമെൻഷൻ നല്ല ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സീൻ്റെ ഡയമെൻഷൻ എന്താടാ, ടി എന്നാണ്. അങ്ങനത്തെ ഒറ്റ ഓപ്ഷനുള്ള ഓപ്ഷൻ ബി. ഫിനിഷ്, ആൻസറായി. അങ്ങനത്തെ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, വേറൊരു ഓപ്ഷനും ഇല്ല. മനസ്സിലായി, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. പിന്നെ നമുക്ക് ജസ്റ്റ് ഫോർ ദ സേക്ക് നമുക്ക് ജസ്റ്റ് എല്ലാ സാധനവും ചെയ്ത് നോക്കാം. നോക്ക്, എ ടി ഈ മച്ചാനും എന്ത് ഡയമെൻഷൻ അയക്കണം, വീൻ്റെ അതേ ഡയമെൻഷൻ അയക്കണം അല്ലേ. ഈ മച്ചാന് വീൻ്റെ അതേ ഡയമെൻഷൻ, വീൻ്റെ ഡയമെൻഷൻ എന്താ, എൽ ടി റേസ് ടു മൈനസ് വൺ. അപ്പോൾ എൽ ടി റേസ് ടു മൈനസ് വൺ ഈസ് ഈക്വൽ ടു എ ടി ആവണം. അപ്പോൾ എ ഇൻറ്റു ടി. അപ്പോൾ എൻ്റെ ഡയമെൻഷൻ എന്താ, എൻ്റെ ഡയമെൻഷൻ എന്താ, എൽ ടി റേസ് ടു മൈനസ് ടു. ശരിയല്ലേ, ശരിയാണ്. ഓക്കെ, ഇനി ഈ മച്ചാൻ്റെ വെലോസിറ്റി, ഈ മച്ചാൻ്റെ ഡയമെൻഷൻ. അപ്പോൾ എനിക്കറിയാം വീൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എൽ ടി റേസ് ടു മൈനസ് വൺ ആണ്. അതിനായിരിക്കണം ബി ഡിവൈഡഡ് ബൈ അടിയിൽ എന്താണ് ഡയമെൻഷൻ, എന്താ ടി. അപ്പോൾ ബീൻ്റെ ഡയമെൻഷൻ എന്താ, ബീൻ്റെ ഡയമെൻഷൻ എൽ ടി മൈനസ് വൺ ഇൻറ്റു ടി. അപ്പോൾ എന്താ ആൻസർ, ബീൻ്റെ ഡയമെൻഷൻ എന്താ, എൽ. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, എല്ലാം സിമ്പിൾ അല്ലേ. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഒപ്പല്ലേ, എല്ലാവരും ഒപ്പല്ലേ. മനസ്സിലാത്ത അറബിയൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. എന്നാ വീണ്ടും ഒരു കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ വേഗം ചെയ്തേ. ഇതൊക്കെ സിമ്പിളാണ്. ഇതൊക്കെയാണോ സാറ് പഠിപ്പിക്കുന്നത് വിചാരിക്കുകയാണെങ്കിൽ ഈ പാഠത്തിൽ ഇതേ ഉള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് എല്ലാവരും ജസ്റ്റ് റിവിഷൻ ആയിക്കോട്ടെ, എല്ലാവരും ചെയ്തേ, വേഗം ചെയ്തേ. ചെയ് സോറി, വേഗം ചെയ്തേ. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് കൂടുതൽ സമയം ഫിസിക്സിന് കൊടുക്കുക. ഫിസിക്സിൽ നിങ്ങൾ മാക്സിമം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല കോളേജിലും അത്രയും നല്ല റാങ്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഫിസിക്സിന് എക്സ്ട്രാ ടൈം കൊടുക്കുക. ഓക്കെ, വേഗം ചെയ്ത് ഇത്ര വേഗം പറഞ്ഞേ. സിമ്പിൾ വേഗം സിമ്പിൾ. നോക്കാം, നമ്മുടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ടർപ്പൻ്റ് ഓയിൽ ഈസ് ഫ്ലോയിങ് ത്രൂ എ ട്യൂബ് ഓഫ് ലെങ്ത് എൽ ആൻഡ് റേഡിയസ് ആർ ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു എൻഡ്സ് ഓഫ് ദി ട്യൂബ് ഈസ് ഗിവൺ ആസ് പി. ദി വിസ്കോസിറ്റി ഓഫ് ദി ഓയിൽ ഈസ് ഗിവൺ ബൈ ഈറ്റ ഈസ് ഇക്വൽ ടു പി ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 4VL. വി ഈസ് ദ വെലോസിറ്റി ഓഫ് ഓയിൽ അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് ദി ട്യൂബ്. ദി ഡയമെൻഷൻസ് ഓഫ് ഈറ്റ ആർ. ബേസിക്കലി വീണ്ടും എന്താണ്, കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. അപ്പോൾ ഈറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇപ്പുറത്ത് എന്താ ഉള്ളത്, പ്രഷറിൻ്റെ ഡയമെൻഷൻ എന്താ, ഫോഴ്സ് ബൈ ഏരിയ എന്ന് വെച്ചാൽ എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു. ഇതാണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ അല്ല, പ്രഷറിൻ്റെ ഡയമെൻഷൻ. ഇൻറ്റു ഇവിടെ എന്താടാ, ആറും എക്സും ഒക്കെ എന്ത് ഡയമെൻഷനാടാ, ലെങ്ത് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ലെങ്ത് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഒന്നും നോക്കണ്ട, നമ്മൾ ഡയമെൻഷൻ മാത്രം നോക്കാം. വീൻ്റെ ഡയമെൻഷൻ എന്താ, വി വെലോസിറ്റി ആണെന്ന് പറഞ്ഞിട്ട് വെലോസിറ്റി ഡയമെൻഷൻ എന്താ, എൽ ടി റേസ് ടു മൈനസ് വൺ. എൽ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ എൽ തന്നെ അല്ലേ. ഒരു എല്ല് ഞാൻ വെട്ടി, 2 എല്ല് മേലെ പോയി. ഓക്കെ, അപ്പോൾ ബാക്കി എന്താണ്, ഒരു ടി റേസ് ടു മൈനസ് ഞാൻ വെട്ടി, ഒരു ടി റേസ് ടു മൈനസ് ഞാൻ വെട്ടി. ബാക്കി എന്താ ഉള്ളത്, എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് വൺ. ദിസ് ഈസ് മൈ ഡയമെൻഷൻ ആൻഡ് മൈ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി അല്ലേ. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, സിമ്പിൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കിട്ടാത്തവരൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പോൾ 163 പേരുണ്ട്. 163 പേരും ഈ ലൈവിൽ തന്നെ ഇരിക്കുക. കാരണം അവസാനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഡോപ്പ ക്യാപ്സുൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ അല്ലേടാ, ഗുഡ്. കുറേ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇത് വേഗം കണ്ടുപിടിച്ചേ. നമുക്ക് സമയമില്ല, വേഗം കണ്ടുപിടിക്കുക. എത്രയും പെട്ടെന്ന് 30 ക്വസ്റ്റ്യൻ തീർന്നാൽ അത്രയും പെട്ടെന്ന് നമുക്ക് പോവാം. നമുക്ക് അത്രയും പെട്ടെന്ന് വേറെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്ര വിചാരിച്ചാൽ മതി. ഫിസിക്സിൽ 30 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കും. എവിടെ വന്ന് നിങ്ങൾ ചെയ്യും, കറക്റ്റ് 7 മണിയാകുമ്പം എൻ്റെ ഒപ്പം വന്നിട്ട് നിങ്ങൾ ചെയ്യും. എൻ്റെ ഒപ്പം വന്നിരുന്ന് നിങ്ങൾ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്, നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്ന ക്വസ്റ്റ്യൻസ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേറൊരു തോട്ട് പ്രോസസ്സും എൻ്റെ ഒരു തോട്ട് പ്രോസസ്സും നിങ്ങൾക്ക് ആ സ്ഥാനത്തിൽ പറഞ്ഞുതരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 തോട്ട് പ്രോസസ് കിട്ടുന്നു. അപ്പോൾ നിങ്ങളുടെ ബേസ് അത്രയും സ്ട്രോങ് ആവുന്നു, നിങ്ങൾ റിവിഷൻ അത്രയും അടിപൊളിയായിട്ട് നടക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും 7 മണി മുതൽ 8 ഉള്ള സമയം ഒന്ന് മാറ്റി വെക്കുക. ഇനി വരുന്ന ഒരു 15-20 ദിവസം ഇതിനുവേണ്ടി മാറ്റി വെക്കുക. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫിസിക്സ് ക്ലിയർ ആക്കി പോവാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ ആൻ ഇക്വേഷൻ ഇസ് ഗിവൺ ഹിയർ, P plus A by V square is equal to B theta by V. Where P is the pressure, V is the volume and theta is the absolute temperature. If A and B are constants, the dimensions of A will be. നമുക്കറിയാം തീറ്റ എന്ന ടെമ്പറേച്ചർ എന്തില്ല, ഡയമെൻഷൻ ഇല്ല അല്ലേ, നമുക്കറിയാം. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചോദിച്ചിട്ടുള്ളത്, എൻ്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടോ, ആവശ്യമില്ല. നമുക്ക് ആകെ എന്താ ആവശ്യമുള്ളൂ, ഈ മച്ചാനെയും ആഡ് ചെയ്യണമെങ്കിൽ 2 മച്ചാനും ഏക്കാവണം അല്ലേ, രണ്ടെണ്ണം ഒരേ മച്ചാന്മാരാവണം അല്ലേ.
അല്ലടാ, രണ്ടാൾക്ക് ഒരേ ഡയമെൻഷനാണ്. അപ്പോൾ പി എന്ന് പറഞ്ഞ സാധനം എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രഷർ എന്നാണ് തന്നിട്ടുള്ളത്. പ്രഷറിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, ml⁻⁻1 T⁻². ഇതാണ് പ്രഷറിൻ്റെ ഡയമെൻഷൻ. ഈ പ്രഷറിൻ്റെ ഡയമെൻഷൻ ആരുടെ ഡയമെൻഷന് ഈക്വൽ ആവണം? a/v² എന്ന് പറഞ്ഞ ഡയമെൻഷനും ഈക്വൽ ആവണം. വി എന്ന് പറഞ്ഞാൽ എന്താടാ? വി എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയമാണ്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ക്യൂബാണ്. അപ്പോൾ ലെങ്ത് ക്യൂബ് എന്ന് പറഞ്ഞതാണ് വോളിയത്തിൻ്റെത്, വോളിയത്തിൻ്റെ ഡയമെൻഷൻ. അത് സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ l⁻⁶ ആണ്. അപ്പോൾ എന്തായിരിക്കുന്നു? ml⁻⁻1 T⁻² ഇൻറ്റു l⁻⁶ ഈസ് ഈക്വൽ ടു a. അപ്പോൾ എയുടെ ഡയമെൻഷൻ എന്താടാ? ml⁵ T⁻². ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? സിമ്പിൾ മാത്തമാറ്റിക്സ്. അയ്യോ കുറേ പേര് പറയുന്നുണ്ട്, അതൊക്കെ തന്നെയാണ് സാധനം. ഇത്രയേ ഉള്ളൂ, അത് ഇത്ര തന്നെ ഉള്ളൂ. ഇതാ എയിംസിലൊക്കെ എത്രത്തോളം സിമ്പിൾ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതില്ലെങ്കിൽ അല്ലാണ്ട് ഒന്നും ആ ക്വസ്റ്റ്യൻ ഇല്ല. വേഗം പറഞ്ഞടാ, വേഗം പറഞ്ഞേ. ലെങ്ത് കനോട്ട് ബി മെഷേർഡ് ബൈ, നമുക്കറിയാം ഫെർമി എന്ന് പറഞ്ഞാൽ എത്രടാ? ഫെർമി എന്ന് പറഞ്ഞാൽ 10⁻⁻50 മീറ്റർ. മൈക്രോ എന്ന് പറഞ്ഞാൽ എത്രടാ? 10⁻�6 മീറ്റർ. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്രയാ? ലൈറ്റ് ഒരു ഇയർ സഞ്ചരിക്കുന്ന ദൂരമാണ് ലൈറ്റ് ഇയർ അല്ലേ? അപ്പം ബാക്കി 3 മച്ചാന്മാരും എന്താണ്? 3 മച്ചാന്മാരും ഇത് ഡിസ്റ്റൻസ് ആണ്, ഇത് ഡിസ്റ്റൻസ് ആണ്, ഇത് ഡിസ്റ്റൻസ് ആണ്. ഈ ഡിബൈ ഇവൻ എന്തല്ല? ഡിസ്റ്റൻസ് അല്ല. ഇവൻ എന്താണ്? ഡിബൈ. നമ്മളിവിടെ പഠിച്ചില്ല ഡൈപോൾ മൂവ്മെൻറ്റ് അല്ലേ? ചാർജസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കപ്പിളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈപോൾ മൂവ്മെൻറ്റ്. സോ യുവർ ആൻസർ ആസ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ബി, ഡൈപോൾ മൂവ്മെൻറ്റ് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എയിംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത്രയൊക്കെ തന്നെ ചോദിക്കുള്ളൂ, ഇത്ര തന്നെ ചോദിക്കുള്ളൂ. പല ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, ഇത് അടുത്ത ക്വസ്റ്റ്യൻ വേഗം പറയാം. വേഗത്തിൽ ഒരു കൺസെപ്റ്റ് പറയുന്നു, ഒഴിവാക്കുന്നു. വേഗം പറയാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉള്ളി, കാരണം ഇത് യൂണിറ്റ് മെഷർമെൻറ്റ്സിനുള്ള പാടാണ്. ഇനി നാളെയൊക്കെ നമുക്ക് കുറച്ചുകൂടി, ഇപ്പോൾ നമ്മൾ വണ്ടി കഴിഞ്ഞ് 2Dയിലോട്ട് പോകുമ്പോൾ, വണ്ടി കഴിഞ്ഞ് 2D പോയി ലോസ് ഓഫ് മോഷൻ പോകുമ്പോൾ ഞാൻ വണ്ടി 2D ലോസ് ഓഫ് മോഷനെ ക്ലബ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ലോസ് ഓഫ് മോഷൻ കഴിയുമ്പോൾ വർക്ക് എനർജി വരുമ്പോൾ ആദ്യത്തെ 3 പാടും പിന്നെ ആ പാടും ക്ലബ് ചെയ്ത. അപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ് നിങ്ങൾക്ക് അത്രയും തറവായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുള്ളൂ. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, നോക്കാം. A cube has side 1.2 into 10⁻⁻² meter. Its volume will be recorded as. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഞാൻ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും നിൽക്കില്ല. ഞാൻ എൻ്റെ ഉത്തരം ഓപ്ഷൻ സി എന്ന് എഴുതും. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ അത് സൂക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഓപ്ഷൻസൊക്കെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് നമ്പറിലോട്ട് സാധനം എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മൾ സാധനം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ റൂൾ എന്താടാ? ക്വസ്റ്റ്യൻ എത്രയാണ് നമ്മൾ തന്ന സാധനത്തെ മൾട്ടിപ്ലൈ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എത്രയാണോ ആ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റോട് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നോക്കുമ്പം 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണുള്ളത്, ഉത്തരം നോക്കുമ്പോൾ 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റുള്ള ഇതുമാണുള്ളത് അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? സിമ്പിൾ. 1.2 into 1.2 into 1.2 into 10⁻⁻² the whole cube അല്ലേ? അപ്പോൾ ആൻസർ എത്രയാണ്? 1.44 1.2882 അല്ലേ? 4411271. അപ്പോൾ 1.728 into 10⁻⁻6 meter cube. അപ്പോൾ കറക്റ്റ് സിഗ്നിഫിക്കറിലോട്ട് ഉത്തരം എഴുതാൻ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്താൽ 2 സിഗ്നിഫിക്കറിലോട്ട് ആക്കുന്നു. അപ്പോൾ 2 സിഗ്നിഫിക്കർ ആകുമ്പോൾ എൻ്റെ ഉത്തരം എന്താ അവിടെ? 1.7 അല്ലേ? കട്ട് ഓഫ് അല്ല, റൗണ്ട് ഓഫുള്ള നമ്പർ 2 ആണ്. 2 5നെക്കാട്ടിയും ഗ്രേറ്റർ അല്ല അല്ലേ? അത് നിങ്ങൾക്ക് അറിയില്ല, റൗണ്ടിങ് ഓഫിൻ്റെ സംഭവം അറിയില്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 3 റൂളാണുള്ളത്. ഓക്കെ, ഫസ്റ്റ് കട്ട് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള ഡിജിറ്റ് 5നെക്കാട്ടിയും ഗ്രേറ്റർ ആണെങ്കിൽ മുമ്പത്തെ ഡിജിറ്റിനെ +1 ചെയ്യുക അല്ലേ? ലെസ് ദാൻ 5 ആണെങ്കിൽ മുമ്പത്തെ ഡിജിറ്റിനെ ഒന്നും ചെയ്യണ്ട. ഇനി ഈക്വൽ ടു 5 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മുമ്പത്തെ ഡിജിറ്റിനെ നോക്കണം. അത് ഓഡാണെങ്കിൽ നിങ്ങൾ +1 ചെയ്യുക, ഈവൺ ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അവിടെ കാൽക്കുലേഷൻ ഫാസ്റ്റ് ആണ്. എന്താ ചെയ്യേണ്ടത് അറിയാം? ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താനേ ഫാസ്റ്റാവും. ഓക്കെ, അപ്പോൾ ഇതാണ് റൗണ്ടിങ് ഓഫിൻ്റെ സാധനം. അപ്പോൾ ഞാൻ ഈ സാധനം റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഞാൻ 2 ആണ് റൗണ്ട് ഓഫ് ചെയ്യാൻ പോകുന്നത്. 2 റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 5നെക്കാട്ടി ലെസ് ആണ് അല്ലേ? 8 റൗണ്ട് ഓഫ് ചെയ്തു, അപ്പോൾ 7.3 ആവുന്നു, 1.73 ആവുന്നു. 3 റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഇതെന്ത് സംഭവിക്കുന്നു? 5നെക്കാട്ടി ലെസ് ആണ്. അപ്പോൾ മൈ ആൻസർ 1.7 into 10⁻⁻6 meter cube. സിമ്പിൾ മാത്തമാറ്റിക്സ്. യുവർ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേടാ? ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് വരാം. കിലോ വാട്ട് ഹവർ ഈസ് എ യൂണിറ്റ് ഓഫ്.
അവിടെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ സാർ എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇതിനാണോ എന്നെ അവിടെ പിടിച്ചെഴുത്തില്ല? ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ആവുന്നത് നോക്കി, ആവുന്ന ഗൈഡും ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇഷ്ടംപോലെ സൈറ്റുകളും പിന്നെ ഞാൻ 1-2 ക്വസ്റ്റ്യൻസൊക്കെ അടിയിൽ ഉണ്ടാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം അത്രയ്ക്കും ദാരിദ്ര്യമാണ് ഈ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ. ഈ പാഠത്തിന് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എ കിലോവാട്ട് ഹവർ ഈസ് എ യൂണിറ്റ് ഓഫ്, കിലോവാട്ട് ഹവർ ഈസ് എ യൂണിറ്റ് ഓഫ്. വാട്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചാടി കയറി നമ്മൾ എന്തൊക്കെ പവറിലോട്ട് പോയി കുത്തും. പക്ഷേ കിലോവാട്ട് ഹവർ ആണ് അല്ലേ? പവറിനെ എന്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ടൈമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പവറിനെ ടൈമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പവറിൻ്റെ ഡയമെൻഷനെ ടൈമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടൽ എന്താടാ? അവിടെ നിങ്ങളൊക്കെ ഞാൻ പിടിച്ച് ഇടിക്കുവേ, എല്ലാത്തിനും ഞാൻ പിടിച്ചിടിക്കുന്നുണ്ട്. അവിടെ ഡി ആണോ ഉത്തരം? അവിടെ ഡി ആണോ ഉത്തരം? എല്ലാത്തിനും ഞാൻ പിടിച്ച ഒരൊറ്റ ഇടി എന്നാണ്ടല്ലോ. അവിടെ ശ്രദ്ധിക്ക്, നമ്മൾ വാട്ടിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പവറിലോട്ട് കുത്തും. പക്ഷെ കിലോ വാട്ട് ഇൻറ്റു ഹവർ ആണ്. നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ എനർജി ബൈ ടൈം എന്നാണ് അല്ലേ? ഇനി ഈ സാധനത്തിന് ഇൻറ്റു ടൈം മൾട്ടിപ്ലൈ ചെയ്ത് അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടാണ് അല്ലേ? വാട്ടാണ്. വാട്ട് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്താ? വെട്ടി ഇറ്റ്സ് വാട്ട്, ഇറ്റ്സ് എനർജി അല്ലേ? ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. പവറിൻ്റെ ബേസിക് ഡെഫിനിഷൻ എന്നൊക്കെ പറയുന്നത് വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ എനർജി ബൈ ടൈം എന്നാണ്. ഓക്കെ, ഈ മച്ചാൻ്റെ SI യൂണിറ്റ് ആണ് വാട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ യൂണിറ്റ് ആണ് കിലോ വാട്ട്. ഓക്കെ, ഇതിൻ്റെ വേറെ യൂണിറ്റ് ആണ് കിലോ വാട്ട്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് എന്താ? കിലോ വാട്ട് ഹവർ എന്നാണ്. കിലോ വാട്ട് ഇൻറ്റു ഹവർ. ഈ ഹവർ എന്ന് പറഞ്ഞാൽ എന്താ? ടൈമിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ ഞാൻ ചെയ്തു. അപ്പോൾ ഈ ടൈമും വെട്ടിപ്പോയി. ബാക്കിയുള്ള നമ്മുടെ എനർജി അല്ലെങ്കിൽ വർക്ക് ഉണ്ടോ എനർജി ഉണ്ടോ? ഞാൻ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എനർജി ഇതാ വെട്ടി തെളിഞ്ഞ് നിൽക്കുന്നു. എനർജി എന്ന് ഞാൻ കുത്തുന്നു. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, സിമ്പിൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അത് മാത്രമേ യൂണിറ്റ് സെമസ്റ്ററിനുള്ളൂ. ഓക്കെ, ഇനി ഇതാ നല്ലൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ കണ്ടപ്പം എടുത്തുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് പറഞ്ഞ് എല്ലാവരും വേഗം ചെയ്തേ. ആൻഡ് അത്ലറ്റ്സ് കോച്ച് ടോൾഡ് ഹിസ് ടീം ദാറ്റ് മസിൽ ടൈം സ്പീഡ് ഈക്വൽസ് പവർ. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് മസിൽ? എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻ? എങ്ങനെയുണ്ട്? വെറൈറ്റി ഇല്ലേ? An athlete's coach told his team that muscle times speed equals power. What dimension does he view for muscle? വേഗം പറഞ്ഞടാ, എല്ലാവരും പറഞ്ഞേ. I need answers. Come on. എല്ലാവരും ഒന്ന് ചാടി ഇരുന്നേ, ഒന്ന് ഉഷാറിയൊക്കെ. എടാ നാളൊക്കെ വന്നിട്ട് മിസ്സാവട്ടോ മക്കളെ. വണ്ടിയൊക്കെ നമ്മളിങ്ങനെ വന്നവർക്കൊക്കെ ആകെ കിടിലം സാധനം ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ വെറുതെ ചടച്ച് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യാൻ നോക്കുകയാണ്, ദയവ് ചെയ്ത് ഞാൻ ഇതിന് മുമ്പ് എടുത്തുള്ള ലൈവ് സ്ട്രീമിലുള്ള 1D 2D ലോസ് ഓഫ് മോഷനൊക്കെ കാണാം. അതിൽ ഞാൻ ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസും ഒരുപാട് ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾ നാളത്തെ സെഷൻ മറ്റന്നാളത്തെ സെഷനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ക്വസ്റ്റ്യൻ ചെയ്ത് ഇങ്ങനെ പോവാം. ഓക്കെ, ലോസ് ഓഫ് മോഷനിലൊക്കെ ഞാൻ എന്താ പറയുക, എനിക്കറിയാവുന്നൊരു 100 ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ അതിൽ 2-3 ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 2-3 ഷോർട്ട് കട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. നിങ്ങൾ ആ വീഡിയോസൊക്കെ സമയം ഉണ്ടെങ്കിൽ ഒരു 2x സ്പീഡിലൊക്കെ ഇട്ട് വേണമെങ്കിൽ കണ്ടോ. ഓക്കെ, അപ്പോൾ കുറേ പേര് ഉത്തരം പറയുന്നുണ്ട്. നോക്ക്, അത്ലറ്റ്സ് കോച്ച് ടോൾഡ് ഹിസ് ടീം ദാറ്റ് മസിൽ ടൈം സ്പീഡ് ഈക്വൽസ് പവർ. ഓക്കെ, പവർ അത്ലറ്റ് എന്താ പറഞ്ഞത്? കോച്ച് എന്താ പറഞ്ഞത്? മസിൽ ഇൻറ്റു വെലോസിറ്റി ആണ് പവർ എന്നാണ് പറയുന്നത്. അങ്ങനെ മസിലിൻ്റെ ഡയമെൻഷൻ എന്ത്? അപ്പോൾ ഞാനിതിനെ സൂക്ഷിച്ച് നോക്കുന്നു. പവർ ഈസ് ഈക്വൽ ടു മസിലിൻ്റെ വെലോസിറ്റി. പക്ഷേ എനിക്കറിയാവുന്ന ഇക്വേഷൻ പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ വെലോസിറ്റി ആണല്ലോ സാറേ. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് മനസ്സിലാക്കണം കുട്ടാപ്പികളെ, മസിലും ഫോഴ്സും ആണ് സെയിം അല്ലേ? അയാൾ ഉദ്ദേശിച്ചത്, ആ കോച്ച് ഉദ്ദേശിച്ചത് മസിലും ഫോഴ്സും കമ്പയർ ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ മസിലിനെ അദ്ദേഹം ഫോഴ്സിൻ്റെ റിപ്ലേസ്മെൻ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചുള്ളടാ? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ത്? ഫോഴ്സ് എനിക്കറിയാം, മാസ് ഇൻറ്റു ആക്സലറേഷൻ m ഇൻറ്റു LT⁻². മൈ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെടാ, എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സബാഷ്, ഗുഡ്. ഇതാ വേറെ സിമ്പിൾ ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ വേഗം എന്ന് പറഞ്ഞ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് കൻ നോട്ട് എൻ്റർ ഇൻ ടു ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഇൻ എനി സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? എന്താ ഇതിൻ്റെ ഉത്തരം? എന്താടാ ഇതിൻ്റെ ഉത്തരം? എന്താ?
അവിടെ ഇത് മാത്രം കണ്ടുപിടിച്ചാൽ ഫിസിക്സ് മിനിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ 30 ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഏരിയ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾ ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ വേറെ ഏത് ഗോൾഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ഏരിയാസൊന്നും ഞാൻ കവർ ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ നാളെ ആയാലും ഇനി വരാൻ പോകുന്ന സെഷനൊക്കെ ഞാൻ മാക്സിമം നോക്കുന്നതായിരിക്കും എല്ലാ ഏരിയാസിനും ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ. നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ 30 ക്വസ്റ്റ്യങ്ങൾ അതുപോലെ പഠിച്ച് നിങ്ങൾ എല്ലാ ഏരിയയും നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാത്തിനും ബേസിക് ഐഡിയ കിട്ടും. അത് നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ വരുന്നത് അല്ലേ. ഇപ്പോൾ ഇന്നത്തെ പാടൊക്കെ ഭയങ്കര സിമ്പിളാണ്, ഇപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ഭയങ്കര സിമ്പിളാണ്. നാളെ മുതൽ നിങ്ങൾക്ക് നാളെ വരുന്ന കുറച്ചുകൂടി കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം എൻ്റെ വരുന്ന തോട്ട് പ്രോസസ് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ. നിങ്ങളെ തലേന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളെ എത്ര വട്ടം പറയാം, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ വേഗം V = U + LT SS = U + വാട്ട് സ്ക്വയർ വേഗം ഷർബറായി ഒട്ടും ഇങ്ങനെ മാത്തമാറ്റിക്സ് ഫും എന്നാണ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് എനിക്കിനി വേഗം ചെയ്യാൻ പറ്റുന്നത്? എൻ്റെ ബുദ്ധി കൊണ്ടാണോ? അല്ല, മറിച്ച് എന്താണ് ഞാൻ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നതിനെക്കാട്ടിയും മുമ്പ് ഒരു 10 വട്ടമോ ഒരു 100 വട്ടമോ ഞാൻ കണ്ടിട്ടാണ് അതേ ക്വസ്റ്റ്യൻ. മനസ്സിലായി? ഞാൻ അതേ ക്വസ്റ്റ്യൻ വേറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരു 5-10 ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യൻ എൻ്റെ റിപ്പീറ്റ് സമയത്ത് എൻ്റെ എക്സാമിന് ഒരു വട്ടം ചെയ്തിട്ടുണ്ടാവും, എൻ്റെ ക്ലാസ് വർക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ കുറേ വട്ടം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻ ഞാൻ കുറേ വട്ടം കാണുന്നുണ്ട്, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ ഒരുപാട് വട്ടം കാണുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങളും ഒരേ ക്വസ്റ്റ്യൻ ഒരുപാട് വട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് ആ സ്പീഡും നിങ്ങൾക്ക് ആ തോട്ട് പ്രോസസ് സ്പീഡ് ഡെവലപ്പ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇരുന്ന് ചെയ്യുക. ഓക്കെ, അപ്പോൾ വിച്ച് ആർ ദ ഫോളോയിങ് സെറ്റ്സ് കനോട്ട് എൻ്റർ ടു ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഇൻ എനി സിസ്റ്റം. അപ്പോൾ കുറേ പേര് എന്തൊക്കെയോ സാധനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കാം. ലെങ്ത്ത് മാസ് വെലോസിറ്റി അല്ലേ, ലെങ്ത്ത് മാസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ LT⁻⁻1 ആണ് അല്ലേ. ഒരു ലെങ്ത്തിനെ മാത്രം എടുത്തുള്ളൂ, മാസ് എന്ന സാധനം വേറെ ഉണ്ട്. അപ്പോൾ ഇത് ആവാം, കമ്പാരിറ്റീവ്ലി ആവാം. ലെങ്ത്ത് ടൈം മാസ് ഇതാണ് നമ്മൾ മെയിൻ സാധനം, അതും ഓക്കെ കുഴപ്പമില്ല. പിന്നെ അടുത്ത് മാസ് ടൈം വെലോസിറ്റി ഇതും കുഴപ്പമില്ല അല്ലേ, മാസ് ടൈം വെലോസിറ്റി ഇതും കുഴപ്പമില്ല. പക്ഷേ B എന്ന സാധനത്തിൽ സൂക്ഷിച്ച് നോക്കിയേ ലെങ്ത്ത് ടൈം വെലോസിറ്റി എന്താ ഈ രണ്ട് മച്ചാമാരുടെ ഡെറിവേറ്റീവ് ആണ് അല്ലേ, LT⁻⁻1. അപ്പോൾ ഇതിനൊരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആവാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം ഇത് വെറും ഒരു വേസ്റ്റ് സാധനമായി പോയി, ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഈ വെലോസിറ്റി കംപ്ലീറ്റ്ലി ഡിറൈവ് ഫ്രം ദി അതർ 2 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പം ഇതിനൊരിക്കലും എന്താൻ പറ്റില്ല, ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് സിസ്റ്റം ആവാൻ പറ്റില്ല. മറ്റുള്ളതൊക്കെ നിങ്ങൾ നോക്കി വെലോസിറ്റി, ഇവിടെ വെലോസിറ്റി ലെങ്ത്ത് എന്നുള്ള സാധനം വന്നു അല്ലെ, ഒരു സ്പെഷ്യൽ സാധനം വന്നു, മാസം ടൈമൊക്കെ വേറെ അങ്ങനെ എല്ലാത്തിലും വേറെയാണ്, ഒന്നൊക്കെ സെയിം ആയിട്ട് വരുന്നുള്ളൂ. പക്ഷേ ഇതിൽ കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ വെലോസിറ്റി എന്ന സാധനം എൻറ്റയർലി ഡിറൈവ്ഡ് ഫ്രം വാട്ട് ലെങ്ത്ത് ആൻഡ് ടൈം, മുമ്പത്തെ ലെങ്ത്ത് ആൻഡ് ടൈം ആണ്. അതുകൊണ്ട് അത് പറ്റില്ല. ആസ് എ ബേസിക് ബേസിക് തിയറി ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. ഓക്കെ, ഒരുപാട് തിയറി ഡെപ്തിലോട്ടൊന്നും പോകുന്നില്ല. ഇതിന് ഈ ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ. അയ്യോ, ഇതൊന്നും ഉൾപ്പെടുത്തേണ്ടായിരുന്നു. ദി വേവ് ലെങ്ത് ഓഫ് എ റേ ഓഫ് ലൈറ്റ് ഈസ് 0.00006 മീറ്റർ. ഇറ്റ് ഈസ് ഈക്വൽ ടു എത്ര മൈക്രോൺസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മൈക്രോൺ എത്ര നിങ്ങൾക്ക് അറിയോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ആ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ എത്ര, 1 മീറ്റർ ഈസ് ഈക്വൽ ടു എത്ര മൈക്രോൺ, 10⁻⁻⁰ ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ എത്രടാ, ഒരു μ എന്ന് പറഞ്ഞാൽ എത്ര, 10⁻⁻6 മീറ്റർ ആണ്. അപ്പോൾ ഇതിനെ ഞാൻ മൈക്രോൺ ടേംസിൽ എഴുതണം. അപ്പോൾ മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10⁻⁰ പറയാം എത്ര, 10⁻⁶ ആണ് അല്ലേ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻6 മൈക്രോൺസ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.00006 മ്യൂനെ മാറ്റി എമ്മിനെ മാറ്റി ഞാൻ മൈക്രോൺ ഇറക്കണം അല്ലേ. അപ്പോൾ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻6 മൈക്രോൺ ആണ്. അതുകൊണ്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇൻറ്റു 10⁻6 മൈക്രോൺസ്. അപ്പം ഇതിനൊന്ന് മാറ്റി റീഅറേഞ്ച് ചെയ്തുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 6 into 10⁻⁻5 into 10⁻6 microns, that is equal to 6 into 10 microns, that is equal to 60 microns. Simple mathematics അല്ലടാ അല്ലേ, സിമ്പിൾ സാധനം, ഓപ്ഷൻ ബി അല്ലേ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് വേറെ സെറ്റ് ഓഫ് അല്ലെ കൺവേർഷൻ. ഇപ്പോൾ നമ്മൾ 3 നേരം നമ്മൾ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഈ നിങ്ങൾക്ക് മറ്റേ ചാർട്ടോ അല്ലെ, നിങ്ങൾ ഫസ്റ്റ് പാഠത്തിന് പഠിക്കുന്നുണ്ട്, ഒരു മൈക്രോൺ, ഫെംറ്റോ, പൈക്കോ ഒക്കെ എത്ര അത് അറിയാവുന്ന മാത്രമാണ് ഇത്ര ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇനി അടുത്ത ഭാഗം ഞങ്ങൾ പറഞ്ഞുള്ള അടുത്ത ഡയമെൻഷനിൽ യൂസ് ആയിട്ടുള്ള എന്താണ്, കൺവേർഷൻ ഓഫ് സിസ്റ്റംസ് അല്ലേ. ഇതൊന്ന് വേഗം ചെയ്തിട്ട് എല്ലാവരും ചെയ്ത് അവിടെ ഈസി ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ഈ പാഠത്തിൽ, അതേ ഉള്ളൂ. In a certain system of units, 1 unit of time is 5 seconds, 1 unit of mass is 20 kg, and the unit of length is 10 meter. In this system, 1 unit of power will correspond to. ഉത്തരം പറഞ്ഞേ, വേഗം പറയുക. 1 unit of power will correspond to എത്ര സാധനം,
എത്ര സാധനം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി നമുക്ക് പവറിൻ്റെ ഇതെങ്ങനെ ഈ ക്വസ്റ്റ്യനൊക്കെ എങ്ങനെ ചെയ്യടാ, പവറിൻ്റെ ഡയമെൻഷൻ എഴുതുക, ആ ഡയമെൻഷൻ അത് SI യൂണിറ്റിൽ എഴുതുക, എന്നിട്ട് നമുക്ക് തന്ന സാധനം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടി. സിമ്പിൾ, അത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. എടാ ഈ ക്വസ്റ്റ്യൻസ് PDF ഒക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. ആ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ടാവും കേട്ടോ ഈ ക്വസ്റ്റ്യൻസ്. ഈ സീരീസ് മൊത്തത്തിലുള്ള PDF കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് വരിക. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പുതിയ ക്രാഷ് ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ റിപ്പീറ്റർ ബാച്ചിനുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അതിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ഞാൻ അത്രയും ഇതാക്കിയിട്ട് പറയാം, നിങ്ങളിപ്പോൾ നമുക്ക് ബേസിക്കലി ഉള്ളൊരു തോട്ടാണ് അല്ലേ. ഇപ്പം ഞാനും റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കുള്ളൊരു തോട്ട് പ്രോസസ്സായിരുന്നു, നമ്മൾ അവിടെ പഠിച്ചാൽ ഒരു എക്സ് എന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ എക്സ് എന്നുള്ളൊരു കോച്ചിങ് സെൻറ്ററിൽ പഠിച്ചാൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവിടെ പോയി കിട്ടിയാൽ എന്തോ എക്സ്ട്രാ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കിട്ടുന്നു. അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒരു തേങ്ങയില്ല. എല്ലായിടത്തും പഠിപ്പിക്കുന്നത് NCERT ബേസ്ഡ് സാധനങ്ങൾ മാത്രമാണ്. എവിടെ പോയാലും ഇന്ത്യയിൽ നിങ്ങൾ എവിടെ പോയാലും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് കോച്ചിങ് സെൻ്ററായിട്ട് നമ്മൾ കാണാവുന്ന ഏതൊരു സെൻറ്ററിൽ പോയാലും അവിടെ പഠിപ്പിക്കുന്ന അതേ സാധനം നമ്മളെ സാധനം ഒക്കെ സെയിമാണ്. ആകെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം, ആകെ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ബയോളജിയിലൊക്കെ കുറേ പുറത്തുള്ള സാധനങ്ങൾ അവർ പഠിപ്പിക്കുന്നതായിരിക്കും. ആ പുറത്തുള്ള സാധനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. വീണ്ടും പറയുന്നു, ഒരു ആവശ്യമില്ലാത്ത സാധനമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ പണ്ട് ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ പറയാറുണ്ട്, നിങ്ങളിപ്പോൾ ഒരു ബയോളജി ക്ലാസ് ഇരിക്കുമ്പോൾ നമ്മൾ തൊട്ടടിക്കുന്ന കുട്ടി എന്തൊക്കെയോ കടുകട്ടിയുള്ള സയൻറ്റിഫിക് വേർഡ്സൊക്കെ പറഞ്ഞിട്ട് സയൻറ്റിഫിക് നെയിംസൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഷോ ഓഫ് ചെയ്യുകയാണെങ്കിൽ അതിന് വെറും പുച്ഛം മാത്രം കൊടുക്കുക. എന്തുകൊണ്ടാണ് പുച്ഛം മാത്രം കൊടുക്കുന്നത് പറയുന്നത്? എന്തിനാണ് കൊടുക്കുന്നത്? പുച്ഛം എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ തരം താത്താന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കിപ്പോൾ അവനക്ക് എന്തൊക്കെ അറിയാം, ഞാനിതൊന്നും പഠിച്ചില്ലല്ലോ, അങ്ങനെയല്ല നമുക്ക് വേണ്ടേ. അവൻ പഠിച്ച് നമുക്ക് നല്ല എന്തോ ആയിക്കോട്ടെ, നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 90 ക്വസ്റ്റ്യൻസിൽ നമുക്ക് NCERT ബേസ് ചെയ്യുന്നത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള ക്വസ്റ്റ്യൻസ് പോകാൻ അവതാരത്തിലുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബയോളജിക്ക് NCERT മാത്രം വെച്ചാൽ മതി, NCERT മാത്രം മതി. ഓക്കെ, അപ്പം മറ്റുള്ള സെൻറ്റേഴ്സിലും നമ്മുടെ സെൻറ്ററിലൊക്കെ ഒരേ സാധനമാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം സെൻട്രലിൽ വിശ്വസിക്കുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അതിനെക്കാട്ടിയും മുമ്പ് വിശ്വസിക്കുക, ഇരിക്കുക, പണിയെടുക്കുക, പാസ്സാവുക, കോളേജിൽ കയറുക, ഡോക്ടറായി വരും. ഓക്കെ, ഇനിതാ In a certain system of units, 1 unit of time is 5 seconds, 1 unit of mass is 20 kg and unit of length is 10 meter. In this system, 1 unit of power will be correspond to. ഉത്തരം പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ. അതെ, സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ. നമുക്കറിയാം പവർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എനിക്കറിയാം പവർ എന്ന് പറഞ്ഞ സാധനം എന്താ? എനർജി ബൈ ടൈം അല്ലെങ്കിൽ വർക്ക് ബൈ ടൈമാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇതെന്തിന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ അറിയാത്ത കുട്ടികളുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസിൻ്റെ ആക്സലറേഷൻ. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എത്രടാ? mL/(2) അല്ലേ. ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എന്താടാ? L. ടൈം എന്താ? T. അപ്പോൾ എന്തായി മാറി? mL²T⁻³ അല്ലേ. ഇതാണ് എന്ത്? പവറിൻ്റെ ഡയമെൻഷൻ. ഇനി നമ്മൾ തന്ന സാധനങ്ങൾ എഴുതാം. ഓക്കെ, അപ്പോൾ സാധാരണ പവർ എന്നുള്ള സാധനം നമ്മൾ എങ്ങനെ എഴുതാം? ഒരു പവർ 1 യൂണിറ്റ് ഓഫ് പവർ എന്ന് പറഞ്ഞാൽ എത്ര? 1 കിലോഗ്രാം m²/cm³ അല്ലേ. ഇതാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ കിലോഗ്രാം ആണോ? അല്ല. ഇപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 20 കിലോഗ്രാം ആണ് അല്ലേ. ലെങ്ത്ത് പറഞ്ഞാൽ എത്രടാ? 10 മീറ്റർ ആണ്. സെക്കൻഡ്സ് പറഞ്ഞാൽ എത്രടാ? 5 സെക്കൻഡ്സ് ആണ്. ഇവിടെ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കിലോഗ്രാമിന് പകരം 20 കിലോഗ്രാം, മീറ്ററിന് പകരം എത്രടാ? 10 m² ഡിവൈഡഡ് ബൈ സെക്കൻഡ് എത്ര തന്നിട്ടുള്ളത്? 5 സെക്കൻഡ് അല്ലേ. 5 സെക്കൻഡ്³ അല്ലേ. അപ്പോൾ ഇത് വരുമ്പോൾ എന്ത് സംഭവിക്കൂടാ? 20 × 100 ഡിവൈഡ് ബൈ 5 × 5 × 5 അല്ലേ. 5 × 5 × 5 എന്തിനാ ചെയ്ത് വേഗം വെട്ടിപ്പോവാൻ അല്ലേ. വെട്ടി 4 വെട്ടി 20 വെട്ടി 4. വാട്ട് ഈസ് മൈ ആൻസർ? 16. അപ്പം ഒരു യൂണിറ്റ് ഓഫ് പവർ ഇതിൽ എന്തായി മാറപ്പെട്ടുടാ? 16 ആയിട്ട് മാറപ്പെട്ടു അല്ലേ. അപ്പോൾ യുവർ ആൻസർ ഇസ് വാട്ട്? 16 വാട്ട്സ് അല്ലേടാ. അല്ലേ മനസ്സിലാവുന്നില്ലേ? സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്തിട്ടുള്ളൂ. സൂക്ഷിച്ച് നോക്കുക. പവറിൻ്റെ ഡയമെൻഷൻ ഞാൻ കണ്ടെത്തി. പവർ ഡയമെൻഷൻ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്തു?
ബേസിക് ആയിട്ട് എന്താണ് അത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബാണ്. അത് നമ്മൾ ക്വസ്റ്റ്യന് തന്നിട്ടുള്ള ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അപ്പോൾ നമ്മൾ കണ്ടെത്തി ആൻസർ. ഓക്കെ അല്ലേടാ? എടാ ഞാൻ പറയട്ടെ, ഈ ഫസ്റ്റ് റാങ്ക് നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുക? അങ്ങനത്തെ സാധനമൊന്നുമില്ലേ? നിങ്ങളിപ്പോൾ പഠിച്ചാൽ നിങ്ങൾക്ക് 100ാമത്തെ റാങ്ക് കിട്ടും, അങ്ങനെ ഒന്നുമില്ല. നമ്മളെ തലവരെന്താ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുക. നമുക്കറിയില്ല വിധി എന്താണെന്ന് നമുക്കറിയില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരു സാധനം ആലോചിക്കേണ്ട, നിങ്ങൾക്ക് പറ്റാവുന്ന മാക്സിമം ഗിവ് യുവർ ബെസ്റ്റ് ഷോട്ട്, ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി ബാക്കിയുള്ള സമയം ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും കമ്പാരിറ്റീവ്ലി ഗുഡാണ്. നിങ്ങൾക്ക് കുറച്ച് സമയം കുറച്ച് സമയം കൊടുക്കാൻ പറ്റിയാൽ മതി. ഈ ബാക്കിയുള്ള സമയം മൊത്തം നിങ്ങൾക്ക് ഫിസിക്സിലോട്ട് റീറൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ഫിസിക്സിൽ കുറച്ച് ബേസുള്ള ആൾക്കാരായിരിക്കും അല്ലേ? ഒട്ടും പൊട്ടന്മാരൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കുന്നത് എനിക്കൊന്നും അറിയില്ലെന്ന് വിചാരിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം. ഓക്കെ, ബിലീവ് ദാറ്റ്. ആ സാധനത്തിൽ വിശ്വസിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തുടങ്ങുക. ഇരുന്ന് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക, സാധനം ക്രാക്ക് ചെയ്യുക. സിമ്പിളാണ്. അപ്പോൾ നാളൊക്കെ നമ്മൾ വണ്ടിയിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെയൊക്കെയോ അറിയാമെന്നുള്ളത്. ഓക്കെ, അപ്പം ഈ സാധനമൊക്കെ പക്കല്ലേ അല്ലേ? അല്ലേടാ? കഴിഞ്ഞല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പം ഇവിടെ കുറേ എന്താ പറയുക ഔട്ട്സൈഡേഴ്സ് കഴിയുന്നുണ്ട്, ഒന്നും മൈൻഡ് ആക്കണ്ട. നിങ്ങളെ കാര്യം ചോദിക്കുക, പഠിക്കുക, പോവുക. ഓക്കെ, എന്താ എ ക്യൂബ് ഹാസ് ന്യൂമറിക്കലി ഈക്വൽ വോളിയൂംസ് ആൻഡ് സർഫേസ് ഏരിയ. ദ വോളിയൂം ഓഫ് എ ക്യൂബ് ഈസ്. ഇതെങ്ങനെ ഈ ക്വസ്റ്റ്യൻ പാഠത്തിൽ പെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എക്സ്ട്രീംലി സോറി. എന്നാൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു. എ ക്യൂബ് ഹാസ് ന്യൂമറിക്കലി ഈക്വൽ വോളിയം ആൻഡ് സർഫേസ് ഏരിയ. ദ വോളിയം ഓഫ് സച്ച് എ ക്യൂബ് ഈസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? വോളിയം ഈക്വലാണ്, സർഫസ് ഏരിയ ഈക്വലാണ്. എന്തിൻ്റെ? ക്യൂബിൻ്റെ വോളിയം എത്രടാ? സൈഡ് റേസ് ടു 3 അല്ലെ എ ക്യൂബ്. ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്താ? അതിന് 6 സൈഡുകളുണ്ട്, ഓരോന്നിൻ്റെയും A². അപ്പോൾ ടോട്ടൽ സർഫസ് 6A². ഈ രണ്ട് മച്ചാമാരും ഈക്വലാണ്. അങ്ങനെ വോളിയം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി A² A³ ഞാൻ വിട്ടുമ്പോൾ ഒരു A ബാക്കി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? A = 6 എന്ന് കിട്ടി. എന്നോട് വോളിയം എത്ര എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വോളിയം എത്രടാ? എനിക്കറിയാം വോളിയം = A³ എന്നാണ്, എന്ന് വെച്ചാൽ 6³ എന്നാണ്. 6³ എന്ന് പറഞ്ഞാൽ എത്ര? 36 × 6 ആണ്. 36 × 6 എന്ന് പറയുമ്പോൾ എത്രടാ? 216. സോ മൈ ആൻസർ ഈസ് 216. സിമ്പിൾ മാത്തമാറ്റിക്സ്. ഓക്കെടാ, മനസ്സിലാവുന്നില്ലേ? എല്ലാവരും ദയവ് ചെയ്തിരിക്കുക. ലാസ്റ്റ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരുന്നതായിരിക്കും. ചെയ്ത ആൾക്ക് എന്ത് കിട്ടൂടാ? ഫ്രീ ആയിട്ട് എന്ത് കിട്ടുകയാണ്? ഡോപ്പ ക്യാപ്സ്യൂൾ. എടാ ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾ പലവരും നമ്മൾ ചോദിക്കുകയാണ്, സാറേ ഞാൻ റിപ്പീറ്ററാണ്, അല്ലെങ്കിൽ 3 വട്ടം റിപ്പീറ്റ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഏത് സെൻറ്ററിൽ ചേരണം? അന്ന സെൻറ്റർ ചേറി ഞാൻ ഈ എവിടെ ചേരണം എന്നൊക്കെ. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സെൻറ്റേഴ്സ്, ഏത് സെൻറ്ററായാലും ഈ സെൻറ്റർ നിങ്ങൾക്ക് എന്താണ് തരുന്നത്? ഒരു റൂട്ട്, ഒരു ഗൈഡ് അല്ലേ? നിങ്ങൾക്ക് ഒരു പാത ഉണ്ടാക്കി തരികയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് സെൻറ്റർ ആയാലും ഇപ്പോൾ ഡോപ്പയിൽ നമുക്ക് കുറേ സ്പെഷ്യൽ സാധനങ്ങളുണ്ട്, പക്ഷേ എന്തോ ആയിക്കോട്ടെ, ഏതൊരു സെൻറ്റർ ആയാലും നിങ്ങൾക്ക് എന്താണ് തരുന്നത്? ഒരു ബേസിക് പാത്ത് വേണം തരുന്നത്. അതിലൂടെ നിങ്ങൾ കഷ്ടപ്പെട്ട് മാത്രം ഓരോ സ്റ്റെപ്പും അല്ലേ, ഇപ്പോൾ നിങ്ങളെ കൊണ്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടേ അവിടെ കൊണ്ടേ വെക്കാൻ നമുക്ക് പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്യുന്നതാണ് നിങ്ങൾ വർക്ക് ചെയ്ത് മാത്രമേ അപ്പുറത്ത് എത്താൻ പറ്റുള്ളൂ. ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു ടാഗ് ലൈൻ വരാതായിരുന്നു. അപ്പം ഈ സ്ക്രീനിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന എനിക്കും അപ്പുറത്തിരിക്കുന്ന നിങ്ങൾക്കും ആകെ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. 3.5 മണിക്കൂർ എക്സാം, 3 മണിക്കൂർ എക്സാം, 180 ക്വസ്റ്റ്യൻസ്. നിങ്ങളത് ക്രാക്ക് ചെയ്തോ. പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് എന്നെക്കാട്ടിയും കൂടുതൽ അറിവുണ്ടാവും. ഓക്കെ, അപ്പം ദയവ് ചെയ്ത് പഠിക്കാനുള്ള സമയം അത്രയും യൂട്ടിലൈസ് ചെയ്യുക, സാധനം ക്രാക്ക് ചെയ്യുക, വേഗം നല്ലൊരു കോളേജിൽ കയറുക. പിന്നെ ഒത്തിരി വേഗം പറയണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റെപ്രസെൻറ്റ് കറക്റ്റ് യൂണിറ്റ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള സാധനം ഏത്? വേഗം പറഞ്ഞല്ലേ ഉത്തരം പറഞ്ഞ്. ഇങ്ങനത്തെ ചീള് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും വേഗം പറയും, വേഗം ചേട്ടാ. എടാ വേഗം ചെയ്തടാ, എല്ലാവരും വേഗം ചെയ്തേ. ഏതാണ് കറക്റ്റ് യൂണിറ്റിൽ കൊടുക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം അല്ലേ? എടാ വേഗം തീർക്കാം. ഏതാണ് കറക്റ്റ്? അപ്പോൾ നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞ സാധനം എന്താടാ? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇപ്പോൾ N/m². അപ്പം ഇത് ശരിയായിട്ടുള്ള സാധനമാണ്.
സർഫസ് ടെൻഷൻ എന്നുള്ള സാധനം എന്താടാ? സർഫസ് ടെൻഷൻ എന്താ? ഫോഴ്സ് ബൈ ലെങ്ത് ആണ്, വീണ്ടും ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഇതും ശരിയായിട്ടുള്ള കാര്യമാണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന സാധനം ഡയമെൻഷൻലെസ് ആണ്, ഒരു ഡയമെൻഷൻ ഇല്ല. സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? പ്രഷറിന് സെയിം ആണ് അല്ലെ? ഫോഴ്സ് ബൈ ഏരിയ ആണ്, വീണ്ടും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതും ശരിയായിട്ടുള്ള ഡയമെൻഷൻ ആണ്. അപ്പോൾ ആകെ തെറ്റ ഡയമെൻഷൻ എന്താണ്? കിലോ എനർജി. എനർജി ഡയമെൻഷൻ ശരിക്കും എന്താടാ? L സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ആണ്. ശരിക്കും അത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ ഇതാണ് പൊട്ടത്തെറ്റ്. യുവർ ആൻസേഴ്സ് ഓപ്ഷൻ സി. ഓക്കെ, സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ? ഇതാ വേഗം ഇതിന് ഉത്തരം പറഞ്ഞടാ, വേഗം ചെയ്തേ. നമുക്ക് 30 ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് നമ്മൾ 1.5 മണിക്കൂർ തീർക്കും. സിമ്പിളായിട്ട് നമ്മൾ 1.5 മണിക്കൂർ തീർക്കും. ഇതിൻ്റെ ഉത്തരം വേഗം പറഞ്ഞേടാ, വേഗം പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നാളൊക്കെ ഫുൾ തയ്യാറെടുത്ത് വരിക. ചെറിയൊരു റിവിഷനൊക്കെ നടത്തി. ഞാൻ പറഞ്ഞില്ല നമുക്ക് കൺസെപ്റ്റ്സ് ഒന്നും പറയാൻ സമയമില്ല. നാളെ നല്ല നല്ല ക്വസ്റ്റ്യൻ നമ്മൾ ഷട എന്ന് ചെയ്ത് പോലെ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ചെറിയൊരു റീക്യാപ്പ്, ചെറിയൊരു എല്ലാ ഇക്വേഷനൊക്കെ പഠിച്ച് ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ടായിട്ട് എല്ലാവരും വരിക. നിങ്ങൾ ഈ ലിങ്കൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യത്തിനൊക്കെ ഷെയർ. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള സെഷൻ അല്ലേ? എല്ലാവരും ഒന്ന് പഠിച്ച് പോയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സാധനം കൊടുക്കുക. നമുക്ക് നല്ലൊരു സെഷൻ ആക്കിയിട്ട് നാളെ എല്ലാ ദിവസവും നമുക്ക് ഉഷാർ സെഷനായിട്ട് പോകാം. അപ്പോൾ ഇതിന് ഉത്തരം ഞാൻ പറഞ്ഞടാ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഡിറ്റർമൈൻ ദ യങ്സ് മോഡുലസ് ഓഫ് എ വൈ. ദ ഫോർമുല ഈസ് y = ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു ലെങ്ത് ബൈ ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ? വേർ എൽ ഇസ് ലെങ്ത് ഒക്കെ സാധനങ്ങളൊക്കെ. ഓക്കെ, ദ കൺവേർഷൻ ഫാക്ടർ ടു ചേഞ്ച് ഇറ്റ് ഫ്രം CGS ടു MK സിസ്റ്റം ഈസ് അല്ലേ? അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ ഒക്കെ ഡയമെൻഷൻ എന്താടാ? യങ്സ് മോഡുലസ് ഏതൊരു മോഡുലസും എന്താണടാ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് അല്ലേ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഈ മച്ചാൻ എന്തില്ല? ഡയമെൻഷൻ ഇല്ല അല്ലേ? കൺവെൻഷൻ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? ഡയമെൻഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ വൈൻ്റെ എലാസിറ്റി, മോഡുലസ് ഓഫ് എലാസിറ്റിൻ്റെ ഡയമെൻഷൻ എന്താടാ? സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ ആണ്. സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ എന്താടാ? സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ എന്താ? പ്രഷറിൻ്റെ ഡയമെൻഷൻ ആണ്. ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ബൈ ഏരിയ ഡയമെൻഷൻ എന്താണ്? mL/T⁻². ഇതാണ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. അപ്പോൾ നിങ്ങളുടെ ഡയമെൻഷൻ എന്താടാ? mL/-1 T⁻² എന്ന് വെച്ചാൽ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ശരിക്കും എന്താണ് ഒരു യങ്സ് മോഡുലസിൻ്റെ ഒക്കെ ഡയമെൻഷണൽ ഫോർമുല അല്ലേ? അപ്പോൾ നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ CGS സാധനത്തിന് എന്താക്കണടാ? CGS സാധനം എന്താക്കണം? MKS ആക്കണം. അപ്പോൾ CGS സാധനം എന്താണ്? ഇതിൻ്റെ CGS സാധനം എന്താണ്? ഗ്രാം പെർ സെൻറ്റിമീറ്റർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് CGS സാധനം. ഇതിനോട് ഞാൻ എന്തിലോട്ടാക്കണം? ഇതിലോട്ടാക്കണം. അപ്പോൾ ഗ്രാമിനൊക്കെ പറഞ്ഞാൽ കിലോഗ്രാം എഴുതണം. അപ്പം 1 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാമാണ്? 10⁻³ കിലോഗ്രാം അല്ലേ? അതാണ് 1 ഗ്രാം. ഡിവൈഡ് ബൈ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാടാ? 10⁻² മീറ്റർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? അപ്പോൾ ഇത് മാറ്റുമ്പോൾ എന്ത് സംഭവിച്ചു? 10⁻⁻1 കിലോഗ്രാം മീറ്റർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? അപ്പം CGSൽ നിന്ന് MKSലോട്ട് ഞാൻ മാറ്റുമ്പോൾ ഞാൻ എന്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10⁻⁻1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉത്തരത്തിൽ ഉണ്ട്. ഓപ്ഷൻ C 0.1. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇവിടെ പഠിക്കാൻ വന്ന കുട്ടികൾ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ വീണ്ടും പറയണോ? അതൊക്കെ ഓക്കെ അല്ലേ? ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയാം. നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതാണ് ഫോഴ്സിൻ്റെ, ഇതാണ് എന്ത്? യങ്സ് മോഡുലസ് അല്ലെങ്കിൽ എലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിൻ്റെ CGS യൂണിറ്റ്. ഈ CGS യൂണിറ്റ് ഞാൻ എന്തിലോട്ട് മാറ്റണടാ? കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞ MKS യൂണിറ്റിലോട്ട് മാറ്റണം. അങ്ങനെ ഞാൻ MKS യൂണിറ്റിൽ മാറ്റണമെങ്കിൽ ഞാൻ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? കൺവേർഷൻ ഫാക്ടർ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിനെ ഞാൻ ഇതിലോട്ട് മാറ്റുമ്പോൾ, ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റുമ്പോൾ, 1 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം? 10⁻³ കിലോഗ്രാമാണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്? 10⁻² മീറ്ററാണ്. രണ്ട് സൈഡിലും സെക്കൻഡാണ്. അപ്പോൾ സെക്കൻഡ് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ അവസാനം കട്ടിങ് അച്ചാസ് ആൻഡ് പിക്കിൾസ് നിങ്ങൾക്ക് എന്ത് കിട്ടി? 10⁻⁻1 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഞാൻ 10⁻⁻1 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ എത്രയാണ്? 0.1. ഓക്കെ, സിമ്പിൾ സാധനം. ഞാൻ അടുത്തിലോട്ട് പോയിക്കടാ. എറേഴ്സ് നമുക്ക് അടുത്ത് ചെയ്യാം. ഇതൊന്ന് വേഗം പറഞ്ഞ്. ഇഫ് ദ യൂണിറ്റ്സ് ഓഫ് മാസ് m and length l are quadrupled, then the units of torque becomes
അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി ടോർക്കിൻ്റെ ഇക്വേഷൻ അറിയുമെന്ന് മാത്രമേ ചോദിക്കുന്നത്. അപ്പോൾ ടോർക്ക് എന്താണ്? ആർ ക്രോസ് എഫ് ആണ് അല്ലേ? ആർ ക്രോസ് എഫ് ആണ് എന്ന് വെച്ചാൽ അതിൻ്റെ ഡയമെൻഷൻ, ടോർക്കിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ml(T⁻²) എന്ന് വെച്ചാൽ ml²T⁻² ആണ് ടോർക്കിൻ്റെ എന്താ ഡയമെൻഷൻ. ഇപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ള യൂണിറ്റ്സ് 4 ടൈംസ് ആക്കി, മാസ് 4 ടൈംസ് ആക്കി, എൽ എത്ര ടൈംസ് ആക്കി? എല്ലും 4 ടൈംസ് ആക്കി. അങ്ങനെയെങ്കിൽ ടോർക്കിൻ്റെ സാധനം എത്രത്തോളം മൾട്ടിപ്ലൈ ചെയ്യും? ടി അതേമാതിരി തന്നെയുള്ളത്. ഓക്കെ, അപ്പോൾ എത്രയാവും? 4 × 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 64 ടൈംസ് കൂടും. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. അല്ലടാ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലടാ? ഓക്കെ അല്ലേ? എടാ ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? അറബി പറയുന്ന പോലെ ഉണ്ടോ? ഓക്കെ അല്ലേ? സ്പീഡ് കൂടുതലൊന്നുമില്ല. ഇത് സിമ്പിൾ സാധനം എന്ന് വെച്ചാൽ അങ്ങനെ സിറെന്നാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇതൊക്കെ സിമ്പിൾ പാഠങ്ങളാണ്. ഓക്കെ ഓക്കെ, അവിടെ ആർക്കും മനസ്സിലായെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോ കേട്ടോ. നമുക്ക് അപ്പോൾ തന്നെ ക്ലിയർ ആക്കി പോവാം. ഓക്കെ, ഇനി ഇത് അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചെയ്തേ. യൂണിറ്റ്സ് ഓഫ് വിൽ ബി ഇൻ ടേംസ് ഓഫ് ന്യൂട്ടൺ ആട്ടോ വേണ്ടത്. എത്ര ന്യൂട്ടൺ എന്നാണ് വേണ്ടത്. എന്നെ ഓപ്ഷൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയി. എടാ, ഞാൻ ഇനി പഠിച്ചാലും കാര്യമുണ്ടെന്ന് വെറുതെ പറയും, നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതെന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ ബയോളജിയും നിങ്ങളെ കെമിസ്ട്രിയും കമ്പാരിറ്റീവ്ലി ഗുഡാണ്. നിങ്ങൾ അതിലൊക്കെ ഓക്കെയാണ്. ഫിസിക്സ് മാത്രമാണ് പ്രശ്നമെങ്കിൽ, ഫിസിക്സ് മാത്രമാണ് വീക്ക് പോയിൻ്റ് എങ്കിൽ ഇനി ഫിസിക്സ് നിങ്ങൾ പഠിച്ചാലും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫിസിക്സ് നിങ്ങൾ നല്ലോണം ശ്രമിച്ചാൽ നിങ്ങൾക്ക് സാധനം കിട്ടൂടാ, ഉറപ്പായിട്ടും കിട്ടും. ഇതിന് ഉത്തരം വേഗം പറഞ്ഞാൽ ഇൻ എ പെർട്ടിക്കുലർ സിസ്റ്റം ദി യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. യൂണിറ്റ്സ് ഓഫ് ലെങ്ത്, mass and time are chosen to be 10 cm, 10 gram and 0.1 second respectively. The units of force in this system will be, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് ആദ്യം ഫോഴ്സിൻ്റെ ഡയമെൻഷൻ കാണുക, എന്നിട്ട് അതിനെ കിലോഗ്രാം സാധനമൊക്കെ പറയുക, ഇതിനകത്ത് മാറ്റുക. അങ്ങനെയാണെങ്കിൽ എന്താണ് സാധനം വരിക? അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം. ഞാൻ ചെയ്യട്ടെ, ഇത് ചെയ്തോട്ടെ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? അറബി പോലെ ഉണ്ടോ? എന്താ അറബി പോലെ നിൽക്കുന്നത്? എടാ, ഞാൻ കാര്യം പറയട്ടെ, നിങ്ങളിങ്ങനെ ഇത്രയും ടെൻഷനേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ടുള്ളൂ. ഇനിയുള്ള ഓരോ സമയം നിങ്ങൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, ഒരു 12-13 ലക്ഷം പിള്ളേർ ഇരുന്ന എക്സാമാണ്. ഓക്കെ, അപ്പോൾ ഓരോ സെക്കൻഡ് മാറ്റർ ചെയ്യും. നിങ്ങൾ ഒരു സെക്കൻഡ് നിങ്ങൾ ടി വി ആണെങ്കിൽ, ഒരു മിനിറ്റ് ടി വി ആണ്, ഒരു മണിക്കൂർ നിങ്ങൾ ടി വി ആണെങ്കിൽ ആ ഒരു മണിക്കൂർ നിങ്ങൾ പിന്നിലാണ്. നിങ്ങളെക്കാട്ടി മുമ്പിൽ ഒരു 10, 20, 300 പേര് ചാടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. മറിച്ച് നിങ്ങൾ ഒരു മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ എത്രയോ പേരെ കടത്തി മുന്നിലോട്ടാവാണ്. അപ്പോൾ കോമ്പറ്റീഷൻ നിങ്ങൾ ആ ഒരു 3 മണിക്കൂറല്ല കോമ്പറ്റീഷൻ. മറിച്ച് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ, നിങ്ങൾ ഇനി കിടന്ന് ഉറങ്ങുമ്പോൾ, നിങ്ങൾ ഇനി നാളെ പോയി ടി വി കാണുമ്പോൾ, സീരീസ് കാണുമ്പോൾ, ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ, അപ്പോഴൊക്കെയാണ് കോമ്പറ്റീഷൻ എന്ന സാധനമുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബോധം ഉണ്ടാവുക. ഇനിയുള്ള ഓരോ സെക്കൻഡ് ചിലവഴിക്കാം. ഓക്കെ, അങ്ങനെ സാധനം ക്രാക്കുക. പിന്നെ ഒരു കാര്യം സ്പെഷ്യലി പറയുന്നത്, ഉറങ്ങാണ്ട് നിങ്ങൾ ചത്ത് പഠിച്ചൊന്നും കാര്യമില്ല. കാരണം എന്താണ്? ചിലപ്പോൾ ഈ ഉറക്കത്തിൻ്റെ ഈ സ്ട്രെസ്സും ഉറക്കില്ലാവിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ചിലപ്പം ആ എക്സാം സമയത്താവും. ആ പണി നിങ്ങൾക്ക് താങ്ങൂല. അപ്പോൾ നിങ്ങൾ എന്നും അത്യാവശ്യം ഉറങ്ങുക, സിമ്പിളായിട്ട് കറക്കുക. ഞാൻ എത്രയോ വട്ടം പറയണത്, അതായത് ബേസിക് ആയിട്ടുള്ള ഒരു കുട്ടീന് പാസ്സാൻ പറ്റുന്ന എക്സാമുകളിലൂടെ ഇതെന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണല്ലോ. അങ്ങനത്തെ ഒരു സാധനമില്ല. അത് ഏതൊരു ബേസിക് ആയിട്ടുള്ള കുട്ടിക്കും പാസ്സാൻ പറ്റുന്നതാണ്. നിങ്ങളെ കൊണ്ടും പറ്റും, എനിക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടും പറ്റും. ഓക്കെ, അപ്പോൾ ദയവ് ചെയ്ത് പഠിക്കാം, സിമ്പിളായിട്ട് കിട്ടും. ഇനി നോക്കിയേ, ഇൻ എ പെർട്ടിക്കുലർ സിസ്റ്റം യൂണിറ്റ്സ് ഓഫ് ലെങ്ത്, മാസ് ആൻഡ് ടൈം ആർ ചോസൺ ടു ബി 10 cm, 10 gram and 0.1 second respectively. The unit of force in the system will be. അപ്പോൾ നമുക്കറിയാം, നമുക്ക് എന്താ അറിയാം? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താടാ? ml(T⁻²) ആണ്. എന്ന് വെച്ചാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ യൂണിറ്റ് എത്രയാണ്? 10 cm, 10 gram by 0.1 second സ്ക്വയർ ആണ് ഇപ്പോൾ അല്ലേ? ശരിക്കും നമുക്ക് ഈ ന്യൂട്ടണിലാണ് ഉത്തരം വേണ്ടത്, ഇതിനാണ് ഉത്തരം വേണ്ടത്. വെച്ചാൽ ഇതിനെ അതിലോട്ട് മാറ്റണം അല്ലേ? ഇപ്പോൾ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റുന്നു. 10 × കിലോഗ്രാം, 10⁻³ കിലോഗ്രാം. ഓക്കെ, 10 cm എന്ന് പറഞ്ഞാൽ 10⁻² മീറ്റർ ഡിവൈഡഡ് ബൈ 0.1 സെക്കൻഡ് സ്ക്വയർ. സെക്കൻഡ് മാറ്റാനൊന്നുമില്ല. അപ്പോൾ 0.1 എന്ന് പറഞ്ഞാൽ 10⁻² ആണ് അല്ലേ? 10⁻1 ആണ്. 10⁻1 സ്ക്വയർ എത്രയാടാ? 10⁻² സെക്കൻഡ് സ്ക്വയർ അല്ലേ? സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്തേ, വെട്ടി 10, 10, 100, 10⁻², ഇത് എത്രയാണ്? 10⁻³ അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവുക? 10⁻1 kilogram meter per second square. So this is basically what? This is basically Newton. So my answer is what? 0.1 Newton.
അല്ലേ? ക്ലിയർ അല്ലേ? ഒന്നുകൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മൾ ചോദിച്ചാൽ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലടാ. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഏതാ? ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തു, അത്രയേ ഉള്ളൂ. ഈ സാധനത്തിനെ ഇതിലോട്ട് മാറ്റി. അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. നമ്മൾ എന്തിലോട്ട് മാറ്റണം? SI യൂണിറ്റിലോട്ട് മാറ്റണം. ഓക്കെ, നേരത്തെ CGS യൂണിറ്റിനെ MKS യൂണിറ്റ് മാറ്റാൻ പറഞ്ഞ മാതിരി ഇപ്പം നമുക്ക് തന്ന ഈ സിസ്റ്റത്തെ ഇതിലോട്ട് മാറ്റണം. അപ്പോൾ എനിക്കറിയാം ഒറിജിനൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എത്രയാണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമുക്കിപ്പോൾ തന്നിട്ടുള്ള എത്രയാണ്? 10 ഗ്രാം 10 സെൻറ്റിമീറ്റർ പെർ 0.1 സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിനെ ഇതിലോട്ട് മാറ്റണം. അപ്പം ഗ്രാമിനെ കിലോഗ്രാം ആക്കി, സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കി, സെക്കൻഡ് തന്നെ ആക്കി, മാറ്റാനൊന്നുമില്ല. സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്തു, വെട്ടിയിട്ടു. മൈ ആൻസർ ഈസ് 0.1 ന്യൂട്ടൺ. ക്ലിയർ അല്ലടാ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? പെർഫെക്റ്റ്ലി ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, സിമ്പിൾ മാത്തമാറ്റിക്സ്. എററിലോട്ട് പോകുന്നതിന് മുമ്പ് അതും സെയിം ക്വസ്റ്റ്യൻ. ഇഫ് ദ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആൻഡ് ഫോഴ്സ് ആർ ഇൻക്രീസ്ഡ് 4 times ദ യൂണിറ്റ് ഓഫ് എനർജി വിൽ ബി. നമുക്കറിയാം എനർജി അല്ലെങ്കിൽ വർക്ക് എന്നൊക്കെ പറഞ്ഞ സംഭവം എന്താടാ? ഫോഴ്സ് ഇൻറ്റു ലെങ്ത് എന്നാണ്. ഫോഴ്സിനെ 4 times ആക്കി, ലെങ്ത്തിനെ 4 times ആക്കി. അപ്പോൾ എനർജിൻ്റെ യൂണിറ്റ് ഇൻക്രീസസ് ബൈ 16 times. ആൻസർ ഇസ് ഓപ്ഷൻ ബി അല്ലേ? പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാൻ അതിലില്ല അല്ലേ? സിമ്പിൾ സാധനം. ഒറ്റ മിനിറ്റ്, എററിലോട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. ഇനി നമുക്ക് എറേഴ്സ് ചെയ്യാം. അത് നമ്മൾ ക്വസ്റ്റ്യൻ വിട്ടുണ്ടായിരുന്നല്ലോ. ഇതാ എല്ലാവരും ക്വസ്റ്റ്യൻ വേഗം ചെയ്തേ. അവിടെ നമുക്ക് വെർനിയർ കാലിപ്പർ സ്ക്രൂ ഗേജൊക്കെ അവസാനം വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇതൊന്ന് വേഗം പറഞ്ഞ പ്രീവിയസ് മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. വേഗം ചെയ്തേ, സിമ്പിൾ സാധനം അല്ലേ? വേഗം പറഞ്ഞടാ, വേഗം പറഞ്ഞടാ. ഉത്തരം പറയും. കമാ. എന്താണ് ഉത്തരം? A student measures the distance traversed in free fall of a body initially at rest in a given time. He uses his data to estimate G, the accident to gravity, with the maximum percentage of error in the measurement of distance and time are E1 and E2 respectively. The percentage error in the estimation of G is. അപ്പോൾ ഇതിനൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഇക്വേഷൻ എന്താ? നിങ്ങൾക്കറിയാം, if any quantity എന്തെങ്കിലും ക്വാണ്ടിറ്റി ഞാനൊരു ഒരു Z എന്ന് പറഞ്ഞ എഴുതി. If Z is equal to A raised to X, B raised to Y, then the relative error or the percentage error in Z is equal to this. അല്ലേ? ഇതാണ് ഇവിടുത്തെ ഫോർമുല അല്ലടാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ഫോർമുല അല്ലേ? അതേ സാധനം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തേ. അതേ സാധനം എടുത്ത് വൃത്തി ചെയ്ത് കൊടുത്ത്. E1 E2 ഇതിൻ്റെ ഇതാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? നമുക്കറിയാം, നമ്മോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി G, ലെങ്ത്തും ടൈമും നമുക്കറിയാം. G എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഡയമെൻഷൻ LT⁻² ആണ് അല്ലേ? അപ്പോൾ G അല്ലേ? ഇപ്പോൾ G എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? ഡെൽറ്റ G/G എന്തായിരിക്കും? ഡെൽറ്റ L/L പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ T/T. ഡെൽറ്റ L/L ഈ സാധനമൊക്കെ എന്താണ് ക്വസ്റ്റ്യൻ തന്നല്ലോ? ഇതാണ് E1, ഇതാണ് എന്താ E2. സോ യുവർ ആൻസർ ഇസ് വാട്ട്? E1 പ്ലസ് 2 E2. ഓപ്ഷൻ ബി അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ സാധനം അല്ലടാ? ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? ഒന്നും ചെയ്തില്ല. E1 പ്ലസ് 2 E2 അല്ലേ? അല്ലടാ? ഇപ്പോൾ ഒന്ന് ഹായ് പറയുന്നവർക്കൊക്കെ ഹായ്. ഇറങ്ങി പോവുക. ഓക്കെ, കുറേ പേര് ഒരു പണിയില്ലാതെ ഈ ലൈവിലേക്ക് കയറി നമ്മളെ ക്ലാസ്സിൻ്റെ എന്താ പറയുക പരിശുദ്ധിയെ കളയാൻ ശ്രമിക്കുന്നുണ്ട്. അവരൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട, നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ സാധനം ക്ലിയർ അല്ലടാ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. ഇതൊക്കെ വേഗം ചെയ്ത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ ഡെൻസിറ്റി ഓഫ് എ ക്യൂബ് ഈസ് മെഷേർഡ് ബൈ മെഷറിംഗ് ഇറ്റ്സ് മാസ് ആൻഡ് ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്. ഇഫ് the maximum errors in the measurement of its mass and length are 4% and 3% respectively, the error in density is. നമുക്കറിയാം ഡെൻസിറ്റി എന്നൊരു സാധനം, ഇതൊക്കെ എന്താ ഭയങ്കര സിമ്പിൾ അല്ലേ? ഡെൻസിറ്റി എന്നൊരു സാധനം എന്താടാ? ഡെൻസിറ്റി ഈസ് ഇക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? മാസ് ബൈ വോളിയം നമുക്ക് വോളിയം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. മറിച്ച് എന്താ തന്നിട്ടുള്ളത്? ലെങ്ത് എന്ന് തന്നിട്ടില്ല. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ മാസ് ബൈ ലെങ്ത് ക്യൂബ് എന്നാണ്. അപ്പോൾ ചേഞ്ച് ഡെൽറ്റ D/D ഈസ് ഇക്വൽ ടു ഡെൽറ്റ M/M പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ L/L അല്ലേ? സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് ഡെൽറ്റ M/M. ഇത് എത്ര തന്നിട്ടുള്ളത്? 4
അല്ലേ? ഡെൽറ്റ എൽ ബൈ എൽ എത്ര തന്നിട്ടുള്ളത്? പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ എത്ര തന്നുള്ളത്? 3. സോ വാട്ട് ഈസ് മൈ ആൻസർ? മൈ ആൻസർ ഈസ് സിമ്പിൾ 4 + 9 ദാറ്റ് ഈസ് ഇക്വൽ ടു 13%. സിമ്പിൾ മാത്തമാറ്റിക്സ്, യുവർ ആൻസർ ഈസ് ഡി, 13%. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അയ്യോ അല്ലേ, സിമ്പിളായിട്ട് ചെയ്തു, ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും ആ സാധനത്തിലില്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇതെല്ലാവരും വേഗം ചെയ്തേ. വീണ്ടും സെയിം സാധനമാണ്. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് പെർസെൻറ്റേജ് എറർ തന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പെർസെൻറ്റേജ് എറർ ഡയറക്റ്റായിട്ട് തന്നില്ല. നിങ്ങൾ കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. സെയിം ഫോർമുല. വേഗം കണ്ടിച്ച് ഉത്തരം പറഞ്ഞേ. അടുത്ത് 0.06 ആണ്, 0.06 സെൻറ്റിമീറ്റർ. വേഗം കണ്ടുപിടിച്ചടാ, വേഗം കണ്ടുപിടിച്ചേ. അപ്പോൾ റേഡിയസും ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് സാധനമാണ്? അതൊരു സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? വോളിയം ഇസിക്കൽ ടു പൈ ആർ സ്ക്വയർ എൽ ആണ്. അപ്പോൾ ഇനിയൊന്ന് കണ്ടുപിടിച്ചേ. ആൻസർ എന്താടാ? ഞാൻ പറഞ്ഞേ. ഇവിടെ വേഗം പറഞ്ഞേടാ. എ വയർ ഈസ് ഓഫ് മാസ് 0.3 അല്ലേ? മാസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ? ഡെൻസിറ്റി ഈസിക്കൽ ടു മാസ് ബൈ വോളിയം എന്നാണ്. എനിക്കിവിടെ റേഡിയസും ലെങ്ത്തും തന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് സാധനമാണ്? അതൊരു സിലിണ്ടറാണ്. അപ്പോൾ ആ ഇക്വേഷൻ എം ഡിവൈഡ് ബൈ പൈ ആർ സ്ക്വയർ എൽ ആണ്. അപ്പോൾ ഡെൽറ്റ ഡി ബൈ ഡി എന്ന് പറയുന്ന സാധനം എന്താ ഇവിടെ? ഡെൽറ്റ എം ബൈ എം പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ അല്ലേ? ഇനി സിമ്പിൾ മാത്തമാറ്റിക്സ്. ഡെൽറ്റ എം എന്ന ക്വസ്റ്റൻ എത്ര തന്നിട്ടുള്ളടാ? 0.003 ഡിവൈഡഡ് ബൈ അല്ലേ? നമുക്ക് പെർസെൻറ്റേജ് എറർ പറഞ്ഞില്ല അല്ലേ? അപ്പോൾ എല്ലായിടത്തും ഇൻറ്റു 100 ഉണ്ട്. ഇൻറ്റു 100 ഓക്കെ. 0.03 ഡിവൈഡഡ് ബൈ 0.3 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ആർ എത്രയാ? 0.005 ഡിവൈഡഡ് ബൈ 0.5 അല്ലേ? പ്ലസ് ഡെൽറ്റ എൽ എത്രയാ? 0.06 ഡിവൈഡഡ് ബൈ 6 അല്ലേ? എല്ലാം 100 മൾട്ടിപ്ലൈ ഉണ്ട്. എല്ലാം 100 മൾട്ടിപ്ലൈ എങ്ങനെ വരും? 3 ഡിവൈഡഡ് ബൈ 0.3 ഡിവൈഡ് ബൈ 0.3 പ്ലസ് 2 ഇൻറ്റു 0.5 ഡിവൈഡ് ബൈ 0.5 പ്ലസ് 6 ഡിവൈഡ് ബൈ 6 അല്ലേ? 1 ടൈം 1 പ്ലസ് 2 ഇൻറ്റു 1 വിച്ച് ഇസ് 2 പ്ലസ് 1 ദാറ്റ് ഈസ് ഇക്വൽ ടു 4%. ഓപ്ഷൻ ബി അല്ലേ? സിമ്പിൾ സാധനം ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കാം. മാത്തമാറ്റിക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. തന്ന ഡാറ്റാസ് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സാധനം ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അല്ലേടാ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? എടാ മനസ്സിലാവുന്നില്ലടാ? അറബി പറയുന്ന പോലെ ഉണ്ടോ? ഇനി നമുക്ക് അടുത്തിലെന്തിനാണ് കൺവേർഷൻ ചെയ്യുന്നത് അല്ലേ? കിലോഗ്രാം സെൻറ്റിമീറ്റർ ഒക്കെ അതേ ഇതിൽ തന്നെ ചോദിച്ചിട്ടുള്ളത്. ഒക്കെ ഒരേ യൂണിറ്റ് തന്നെയുള്ള എല്ലാം കിലോഗ്രാം സെൻറ്റിമീറ്റർ CGS യൂണിറ്റ് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെ ചെയ്താൽ മതി. ഇനി ഇവിടെ കൺവേർഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യം, നിങ്ങളുടെ എററാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ കൺവേർഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കേടാ. അപ്പോൾ നിങ്ങൾക്ക് അഥവാ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൈവ് സെഷൻ കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒന്ന് എടുത്ത് സ്ക്രോൾ ചെയ്ത് മെല്ലെ 1-2 കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ. ഇനി അടുത്ത ഏരിയ. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ കവർ ചെയ്തോടാ? നമ്മൾ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ അല്ലേ ചെയ്തു, കൺവേർഷൻ ഓഫ് സിസ്റ്റം ചെയ്തു, എറേഴ്സ് ചെയ്തു. ഇതിനിടയിൽ നമ്മൾ വിട്ടുപോയ സാധനമാണ് ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഒന്ന് വേഗം ചെയ്തേ. To keep an object moving in a circle at constant speed requires a force directly proportional to m raised to a, v raised to b, r raised to c, where m is mass. m എന്ന് പറഞ്ഞാൽ മാസ് ആണ്, v എന്ന് പറഞ്ഞ സാധനം വെലോസിറ്റി ആണ്, r എന്ന സാധനം റേഡിയസ് ആണ്. Then according to the dimension analysis a, b and c are അല്ലേ? ഇതെങ്ങനെ ചെയ്യാം? സിമ്പിളായിട്ട് എങ്ങനെ വേഗം ചെയ്തെല്ലാം ചെയ്തിടാം. എടാ ചെയ്തേ. എടാ എല്ലാവർക്കും ക്രാക്ക് ചെയ്യേണ്ടത് ദയവ് ചെയ്തിൻ്റെ പിള്ളേരൊന്നും മനസ്സിലാക്കുക. നിങ്ങൾക്ക് 1.5 മാസം സമയമുണ്ട്. നിങ്ങൾ മാത്സും സമയം ഫിസിക്സിന് കൊടുക്കാം. നിങ്ങൾക്ക് ബയോളജി കെമിസ്ട്രിയൊക്കെ ബേസിക് ഐഡിയാസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അതിലും കുറച്ച് ബിൽഡപ്പ് ആക്കിയാൽ നിങ്ങൾ 100% സമയത്ത് കൊടുത്താൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു വേവലത ഒന്നും വിചാരിക്കേണ്ട. ഇനിയുള്ള സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത് മാത്രം ആയിരിക്കും. നല്ലൊരു പ്ലാൻ ഉണ്ടാക്കുക. ദിവസം ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യും, ഇത്ര പ്ലാൻ, ഇത്ര പഠിക്കും, ഇന്ന സാധനം ഉണ്ടാക്കുക. അതിനപ്പുറം വർക്ക് ചെയ്ത് കാണിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ. ഗീവ് എ ബെസ്റ്റ് ഷോട്ട്. അത്രയേ ഉള്ളൂ സാധനം. എന്താ? ടു കീപ്പ് ഓൺ. അപ്പോൾ നമ്മളെന്താ പറയണല്ലേ?
നമ്മുടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള ഫോഴ്സിൻ്റെ റിലേഷൻഷിപ്പാണ് കാണുന്നത്. ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം റേസ് ടു എ വി റേസ് ടു ബി ആർ റേസ് ടു സി അല്ലേ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക? വെറുതെ ഡയമെൻഷൻ ചെയ്താൽ എഫിൻ്റെ ഡയമെൻഷൻ എത്രടാ? എം എൽ ടി റേസ് ടു -2 ഇതാണ് ഈ സൈഡിലുള്ളത്. ഇവിടെ എന്തൊരു ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു ഒരു ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു എം റേസ് ടു എം എന്ന് പറഞ്ഞ സാധനം എന്താണ്? മാസ് എന്നത് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ എം തന്നെ എം റേസ് ടു എ. ഇനി വി എന്നുള്ള സാധനം വെലോസിറ്റിയാണ്. വെലോസിറ്റി ഡയമെൻഷൻ എന്താ? എൽ ടി റേസ് ടു -1 ഹോൾ റേസ് ടു ബി അല്ലേ. ആർ എന്ന സാധനം എന്താ? ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത് എൽ റേസ് ടു സി അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വൃത്തിക്ക് എഴുതാൻ വേണ്ടി ഇതൊന്ന് മാറ്റി എഴുതുന്നു. ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എ. എല്ലിൻ്റെ കുടുംബത്തിനൊക്കെ ഒരുമിച്ച് നമ്മൾ എഴുതുന്നു. എല്ലിൻ്റെ കുടുംബം എന്തൊക്കെയാണ്? എൽ റേസ് ടു ബി ഉണ്ട്, എൽ റേസ് ടു സി ഉണ്ട്. അതെങ്ങനെ ഒരുമിച്ച് എഴുതുക? എൽ റേസ് ടു ബി പ്ലസ് സി എന്നാണ് എഴുതുക. ടി റേസ് ടു എത്ര എഴുതുക? ടി റേസ് ടു ടീൻ്റെ കുടുംബം എന്ത് മാത്രമേ ഉള്ളൂ? -1 ടു ബി വിച്ച് ഈസ് -b മാത്രമേ ഉള്ളൂ. ഇതാണ് എന്തിനോട് ഈക്വൽ? എം റേസ് ടു എൽ റേസ് ടു ടി -2. ഇതിലോട്ട് സൂക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ടേംസിനൊക്കെ ഇക്വേറ്റ് ചെയ്യുക. ഈ മച്ചാനും ഈ മച്ചാനും ഇക്വേറ്റ് ചെയ്യുക, ഈ മച്ചാനും ഈ മച്ചാനും ഇക്വേറ്റ് ചെയ്യുക, ഈ മച്ചാനും ഈ മച്ചാനും ഇക്വേറ്റ് ചെയ്യുക. സിമ്പിൾ, ഒരു ആൻസേഴ്സ് റെഡി. അപ്പോൾ ഞാൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയും ഇവിടെയും സൂക്ഷിച്ച് നോക്കി. അപ്പോൾ ഇത് ഞാൻ നോക്കുമ്പോൾ ഇവിടുത്തെ പവർ എ ആണ്, ഇവിടുത്തെ പവർ 1 ആണ്. വിച്ച് മീൻസ് എ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഞാൻ എല്ലിന് സൂക്ഷിച്ച് നോക്കി. എല്ലിന് സൂക്ഷിച്ച് നോക്കി. എല്ലിൻ്റെ പവർ ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. ഇവിടെ പവർ എത്രയാണ്? ബി പ്ലസ് സി ആണ്. ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇവിടെ സൂക്ഷിച്ച് നോക്കി. ഇവിടെ പവർ -2 ആണ്, -2 ആണ്. പവർ -b ആണ്. വിച്ച് മീൻസ് -b ഈസ് ഈക്വൽ ടു -2 വിച്ച് മീൻസ് b ഈസ് ഈക്വൽ ടു 2. അപ്പോൾ a ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി, b ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. c എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൽ കൊണ്ടിട്ട് കൊടുക്കുക. അപ്പോൾ 2 + c ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ c ഈസ് ഈക്വൽ ടു -1/2. സോ യുവർ ആൻസർ ഈസ് 1 to -1/2. അത് ഉത്തരമുണ്ടോ? 1 to -1/2 അങ്ങനെ വന്നടാ. എന്താ തെറ്റിപ്പോയ? എം എൽ ടി റേസ് ടു -1 എന്താ തെറ്റിയ? ഓ സോറി, ഇവിടെ എങ്ങനെ -1/2 ആയല്ലേ. സി -1 അല്ലേ. 1 - 2 -1. ഓക്കെ, ഇപ്പോൾ ആൻസർ 1 to -1. സോ 1 to -1 ഓപ്ഷൻ ഏതാ? 1 to -1 ഓപ്ഷൻ എ അല്ലേ. ഓപ്ഷൻ എ ക്ലിയർ അല്ലേ? അടുത്ത് മനസ്സിലാവില്ല എന്നാണോ? ഇതൊന്നുകൂടി ചെയ്യണോ? ഈ സാധനം ഒന്നുകൂടി ചെയ്യണോ? എടാ ഇതാ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. അറിയാത്ത കുട്ടികളൊക്കെ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. അറിയുന്ന കുട്ടികളൊക്കെ ഒന്ന് കൂടെ നിൽക്കാം. ഓക്കെ, നമ്മളെന്താ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം റേസ് ടു എ വെലോസിറ്റി റേസ് ടു ബി ആൻഡ് ടൈം റേഡിയസ് റേസ് ടു സി എന്നാണ്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്ത്, ബിൻ്റെ വാല്യൂ എന്ത്, സിൻ്റെ വാല്യൂ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് സ്പീഡ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം എം എൽ ടി റേസ് ടു -2 ആണ്. ഇതാണ് ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം. നമ്മുടെ എന്താ പറയുക? ഡയമെൻഷൻ വെച്ചാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ രണ്ട് ചില ഡയമെൻഷൻ സെയിം ആക്കി ചെയ്താൽ അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഇതാണ്. ഈ സാധനങ്ങൾ നോക്കണ്ട, ഇതൊന്നും നോക്കണ്ട. നമ്മൾ വെറുതെ ഈക്വൽ ടു ഒരു കെ, ഒരു കോൺസ്റ്റൻറ്റ് കെ എന്നിട്ട് നമുക്ക് ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അതൊക്കെ അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് നമ്മൾ തന്ന വാല്യൂസ് മാത്രം. അപ്പോൾ മാസ് റേസ് ടു എ ഓരോന്നിൻ്റെയും ഡയമെൻഷൻ മാത്രമേ അല്ലേ. നമ്മൾ എഫിൻ്റെ ഡയമെൻഷൻ എഴുതി അല്ലേ, ഇനി മാസിൻ്റെ ഡയമെൻഷൻ എഴുതി. വെലോസിറ്റി ഡയമെൻഷൻ എന്താണ്? എൽ ടി റേസ് ടു -1 റേസ് ടു ബി. റേഡിയസ് എന്ന സാധനം എന്താണ്? ലെങ്ത് ആണ്. അപ്പോൾ എൽ റേസ് ടു സി. മനസ്സിലാവുന്നില്ല വിചാരിച്ചിരിക്കല്ലേ, മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ട് സാധനം കിട്ടും. നോക്ക്, ഇനി ബാക്കിയുള്ള എല്ലാ സാധനവും വൃത്തിക്ക് എഴുതുന്നു. എം റേസ് ടു എ, എൽ റേസ് ടു ബി ഉണ്ട്, എൽ റേസ് ടു സി ഉണ്ട്, ടി റേസ് ടു -b ഉണ്ട്, -2b. അയ്യോ തെറ്റിയില്ലടാ, ഇവിടെ തെറ്റിയില്ലേ? അല്ലല്ല സോറി, അല്ല തെറ്റില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ടി റേസ് ടു ബി ഉണ്ട്. ഓക്കെ, അപ്പം എം എൽ ടി റേസ് ടു -2 ആണ് ഇതിനോട് ഈക്വൽ ആയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക? ലൈക്ക് ടേംസിനെ മാത്രം കൺസിഡർ ചെയ്യുക. ഇവിടെ എമ്മിൻ്റെ പവർ എന്താണ്? 1 ആണ്. ഇവിടെ എമ്മിൻ്റെ പവർ എന്താണ്? എ ആണ്. ഇവിടെ ഈക്വൽ ടു ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മച്ചാന് ഈക്വൽ ആക്കണം. വിച്ച് മീൻസ് എ ഈസ് ഈക്വൽ ടു 1.
ഇനി ഇവിടെ നോക്കുമ്പോൾ എല്ലിൻ്റെ പവർ 1 ആണ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ എല്ലിൻ്റെ പവർ ബിയും സിയും ഉണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാം? എൽ റേസ് ടു ബി പ്ലസ് സി എന്നാണ് എഴുതുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ബി പ്ലസ് സി, ഇവിടെ പവർ 1. അപ്പോൾ ഞാൻ എഴുതുന്നു ബി പ്ലസ് സി 1ഉം ഈക്വൽ ആണ്. ഇനി ടീന് നോക്കുമ്പോൾ ടീൻ്റെ പവർ ഇവിടെ -2, ഇവിടെ പവർ -b, വിച്ച് മീൻസ് -b = -2 എന്നാണ്. അല്ലെങ്കിൽ ഇത് ഞാൻ രണ്ട് സൈഡ് -1 മൾട്ടിപ്ലൈ എനിക്ക് കിട്ടുന്നു b = 2. അപ്പോൾ എനിക്ക് കിട്ടി a = 1 കിട്ടി, b = 2 എന്ന് കിട്ടി. എനിക്ക് ഇനി സി കൂടി കിട്ടണം. സി കിട്ടാൻ ഞാൻ എന്ത് ചെയ്യും? ഇതിൽ ബി കൊണ്ട് ഇട്ട് കൊടുക്കും. ബിന് പകരം 2 + c = 1, അല്ലെങ്കിൽ c = 1 - 2 that is equal to -1. അപ്പം നിങ്ങൾക്ക് എല്ലാ വാല്യൂസായി സി യു ആയി, ബി യു ആയി, എ യു ആയി. അപ്പോൾ എ ആൻസർ 1, ബി 2, സി -1, ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഇനി മനസ്സിലായില്ലെങ്കിൽ അതൊന്ന് സ്ലോ ചെയ്തെല്ലാവരും കാണാം. ദ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതുകൂടി ചെയ്തിട്ട് നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിർത്താം. ഓക്കെ, എന്നാൽ നമുക്ക് വേഗം വെർനിയർ കാലിപ്പർ സ്ക്രൂ ഗേജിലോട്ട് പോകാം. ഒന്ന് ചെയ്തേ. ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എഫ് of a mass m suspended from a spring constant k is given by the relation of the type f is equal to centimeter raised to x k raised to y, where c is a dimension centimeter lato sorry c a dimensional constant ആണ്. m എന്ന് പറഞ്ഞാൽ മാസ് ആണ്, k എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന് അതിൻ്റെ വാല്യൂ എന്ത്? ബേസിക്കലി എഫ് ഈസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു mass raised to x, spring constant raised to y, what is x, what is y. ഇതാണ് തന്നിട്ടുള്ളത്. വേഗം ഉത്തരം കണ്ടുപിടിച്ചാൽ സ്പീഡായി കണ്ടുപിടിച്ചേ. ഒരു 10 സെക്കൻഡ് സമയം തരാം. വേഗം കണ്ടുപിടിച്ചേ. അപ്പോൾ ഇതാ ഞാൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, നോക്കാം. അപ്പം വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണടാ? ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് എന്താടാ? അവിടെ ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എന്താ? ഫ്രീക്വൻസി എന്താ? t⁻⁻1 ആണ് അല്ലേ? അപ്പോൾ എനിക്കറിയാം ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ t⁻⁻1 ഇൻറ്റു ഇസ് ഈക്വൽ ടു അല്ലേ? സാധനം ഒന്ന് നോക്കുക, ഡയമെൻഷൻ മാത്രമായിരുന്നു. t⁻⁻1 മാസ് റേസ് ടു എക്സ്. വാട്ട് ഇസ് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് സാധനം? എനിക്കറിയാം സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു -kx. മൈനസ് എനിക്ക് അറിയണ്ട, kx ആണ് അല്ലേ? എക്സ് എഫിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എത്ര? ml t⁻2 ഈസ് ഈക്വൽ ടു k ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എൽ ആണ്. അപ്പോൾ എൽ വെട്ടിപ്പോയി. അപ്പോൾ കെൻ്റെ ഡയമെൻഷൻ എന്താ? mt⁻2 ആണ്. അപ്പോൾ ഞാൻ എഴുതുന്നു കെന് പകരം mt⁻2 അപ്പോൾ ഞാൻ ഒന്ന് വൃത്തിക്ക് എഴുതുന്നു t⁻1 ഈസ് ഈക്വൽ ടു എമ്മിൻ്റെ പവർ എത്രടാ? എക്സ് ഉണ്ട്, ഒരു വൈ ഉണ്ട്. ടീൻ്റെ പവർ എത്ര? t⁻2y അല്ലേ? അപ്പോൾ ഞാൻ ലൈക്ക് ടേംസിനെ ഇക്വേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നു. -2y ഈസ് ഈക്വൽ ടു -1, അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു 1/2 അല്ലേ? സിമ്പിൾ മാത്തമാറ്റിക്സ്. അടുത്തെന്താണ്? എക്സ് പ്ലസ് വൈ. അപ്പുറത്ത് എമ്മിന് എന്തെങ്കിലും കമ്പോണൻ്റ് ഉണ്ടോ? എമ്മിന് ഒരു കമ്പോണൻ്റ് ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ എന്താണ് അതിൻ്റെ അർത്ഥം? m⁻0 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഈ സാധനം ഇക്വേറ്റ് ചെയ്യുന്നു. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ എക്സ് പ്ലസ് 1/2 ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു -1/2. സോ എക്സ് ഈസ് ഈക്വൽ ടു -1/2. അയ്യോ, okay, x is equal to -1/2. X is equal to -1/2 and y is equal to 1/2. My option is 1/2 and -1/2, which is option C. Okay lada? Okay അല്ലേ? എടാ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഇതൊക്കെ ഈ സാധനം ഞാൻ സ്പീഡ് പറഞ്ഞു പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഈ ഒരു സാധനം നിങ്ങൾ എന്താ പറയണ്ടേ? ഇതാണ് ഈ പാഠത്തിൽ ആകെ കുറച്ച് ചെയ്യാനുള്ളൊരു ഭാഗം. അത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ എന്താ ഏതെങ്കിലും തിയറി സാധനം ഉണ്ടെങ്കിൽ അതിലോട്ട് പോകുക, അല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ ക്ലാസ് എടുത്തതിന് ശേഷം നിങ്ങൾ 2-3 വട്ടം കാണാം. കാരണം ഒരാൾക്ക് വേണ്ടി മാത്രം നമുക്ക് ഇതേപ്പോൾ എല്ലാവർക്കും അറിയുന്ന സാധനം നമുക്ക് വീണ്ടും പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്, ഒന്നും തോന്നരുത്. ബാക്കി എല്ലാവർക്കും സാധനം ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലാത്തിരുന്ന് പറഞ്ഞ്. ക്ലിയർ അല്ലാത്തപ്പോൾ ആ ഒരു കുട്ടി അല്ലാണ്ട് വേറെ ആർക്കും ക്ലിയർ അല്ലാത്തണ്ടെന്ന് പറഞ്ഞടാ. സോറി
എക്സ് മൈനസ് 1/2 വൈ 1/2 ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, സോറി ഓപ്ഷൻ ഡി. എക്സ് മൈനസ് 1/2 വൈ 1/2 നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? മൈനസ് 1/2 1/2 ആണ്. ഓപ്ഷൻ ഡി ആണ്. ഡി 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 ഡി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ല, വീണ്ടും സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. റെക്ടാങ്കിൾ പെയർസ് ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയയിലുള്ള ഇതെന്താണ്? അപ്പോൾ നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഡെൽറ്റ എ ബൈ എ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ആണ്. ഡെൽറ്റ എൽ ബൈ എൽ 0.02/2 പ്ലസ് 0.01/1 ഇൻറ്റു 100 ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവസാനം 1 + 1 ദാറ്റ് ഈസ് ഇക്വൽ ടു 2%. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? എടാ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മനസ്സിലായിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ സമയം എടുത്ത് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ഇതുവരെ ഈ പാഠം നോക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പുള്ള നമ്മളിപ്പോൾ ഡോപ്പ ക്യാപ്സ്യൂളൊക്കെ ഉള്ള അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തിയറി വീഡിയോസ് എങ്ങനെയും കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ക്ലാസ്സിന് ശേഷം 1 or 2 വട്ടം കാണുക. നിങ്ങൾക്ക് സാധനം കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഒരു JEE മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്ത്. ദ ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ സീജർ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഈസ് 4 gram/cm3 ഇൻ എ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇൻ വിച്ച് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇസ് 10 cm, യൂണിറ്റ് ഓഫ് മാസ് ഇസ് 100 gram. ദ വാല്യൂ ഓഫ് ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഈസ്. ഇതിനെ ഇപ്പോൾ തന്ന സാധനത്തോട്ട് മാറ്റുക, അത്രയേ ഉള്ളൂ. കണ്ടുപിടിച്ചേടാ, കണ്ടുപിടിച്ചേ. ഒന്നുമില്ല, 4 gram/cm3 ആണ് നമുക്ക് അറിയാവുന്ന സാധനം. ഇപ്പോൾ ഗ്രാം എന്തായി? ഇപ്പോൾ ഗ്രാം 100 gram ആയി, 100 gram ആയി, 10⁻²gram gram ആയി. ഡിവൈഡ് ബൈ സെൻറ്റിമീറ്റർ ക്യൂബ്. സെൻറ്റിമീറ്റർ ക്യൂബ് എത്രയാടാ? എത്ര സെൻറ്റിമീറ്റർ ക്യൂബ് എത്രയാ? അയ്യോ അങ്ങനെയല്ല. ഇപ്പം ഇതാണ് നമുക്ക് തന്നത്. ഇതെങ്ങനെ ചെയ്യാം നോക്ക്. N1U1 is equal to N2U2. ഇതാണ് നമുക്കറിയാവുന്ന ബേസിക് കൺവേർഷൻസ് ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 4 gram/10⁻³ എന്നാണ്. ഇപ്പോൾ നമുക്കറിയേണ്ടത് N2 എന്താ നമുക്കറിയില്ല. പക്ഷേ പുതിയ യൂണിറ്റ് എന്താണ്? പുതിയ യൂണിറ്റ് എത്ര തന്നിട്ടുള്ളത്? 100 gram ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്റർ എത്രയാ? 10 cm⁻³ എന്നാണ്. അപ്പോൾ N2 എന്ത്? പുതിയ വാല്യൂ എന്ത്? വാല്യൂ ഓഫ് ഡെൻസിറ്റി ഓഫ് ദി മെറ്റീരിയൽ വിൽ ബി N2 എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഗ്രാം വെട്ടി, സെൻറ്റിമീറ്റർ ക്യൂബ് വെട്ടി. ഓക്കെ, ഇനി ബാക്കി എന്താ ഉള്ളത്? 4 is equal to N2 into 10⁻² ഡിവൈഡ് ബൈ 10⁻³ അല്ലേ? 10⁻² വെട്ടി, 10⁻³ വെട്ടി. ഇപ്പോൾ ബാക്കി എന്താ ഉള്ളത്? N2 is equal to 4 into 10 that is equal to 40. My answer is option C, 40. ക്ലിയർ അല്ലേടാ? അല്ലേ? കുറേ പേര് C ആയി പറയുന്നത്. ഗുഡ് അല്ലേ? ക്ലിയർ അല്ലേ? അല്ലേടാ? മനസ്സിലാവുന്നില്ലേ? ഇപ്പോൾ എനിക്കിപ്പോൾ ആകെ ഒന്ന് ഡൗൺ ആയത് എന്താ പറയുക? മറ്റേ സാധനം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു തരാണ്. ഏത് സാധനം? ഡെറിവേഷൻ. ആ സാധനം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഞാൻ വീണ്ടും ഇതിനുമ്പോൾ പറയണോ? നിങ്ങളൊന്ന് വേഗം പറഞ്ഞു തന്നെ, വേഗം പറഞ്ഞു തന്നെ പിള്ളേരെ. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അറബി ആവുന്നുണ്ടോ? അത് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇതാ അപ്പോൾ അത് നിങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ ഇതുകൂടി ഒന്ന് വാൻ ചെയ്ത് എല്ലാം ഒന്ന് വാൻ ചെയ്ത്. If velocity, force and time are taken to be a fundamental quantities, find the dimension formula of mass. മാസിൻ്റെ ഡയമെൻഷൻ പറയാൻ, മാസ് എന്ന് വെച്ചാൽ മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി റേസ് ടു എ, ഫോഴ്സ് റേസ് ടു ബി, ടൈം റേസ് ടു സി ആണെങ്കിൽ ABC എന്ത് എന്നുള്ളതാണ് ചോദ്യം. അവിടെ യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് മാസ് അല്ലേ? നേരത്തെ ക്വസ്റ്റ്യനിൽ മാസ് റേസ് ടു എ. അപ്പോൾ മാസ് ഡയമെൻഷൻ എന്താണ്? മാസ് തന്നെ. അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ നോക്കുക. അപ്പോൾ എമ്മിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. എം തന്നെ. എം ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ കോൺസ്റ്റൻ്റ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. വെലോസിറ്റി എന്ന് പറഞ്ഞ സാധനം എന്താ? LT⁻⁻1 റേസ് ടു എ അല്ലേ? ഞാൻ ഡയമെൻഷൻ കോൺസ്റ്റൻറ്റ് K എന്ന് പറഞ്ഞാൽ എഴുതുന്നുണ്ട്. കാരണം ഓപ്ഷനിലൊക്കെ K എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, K. എഫ് എന്ന് പറഞ്ഞ സാധനം എന്താ? MLT⁻⁻2 റേസ് ടു ബി, T റേസ് ടു സി അല്ലേ? ഇനി ലൈക്ക് ടൈംസിനൊക്കെ ഒരുമിച്ച് എഴുതുന്നു. മാസ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു
m raised to b മാത്രം, l raised to a plus b, t raised to minus a minus 2b plus c. അല്ലേ അല്ലേ? ഇതിലൊന്നും തെറ്റൊന്നുമില്ല, ഒന്നുമില്ല. ഇപ്പം ഞാൻ സൂക്ഷിച്ച് നോക്കുന്നു, ഇവിടെ ലൈക്ക് ടേംസ് എമ്മും ബി മാത്രം, ഇവിടെ എൽ റേസ് ടു 0 ആണ്, ടി റേസ് ടു 0 ആണ്, എല്ലാം അതുപോലെ തന്നെ എഴുതുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ബി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി അടുത്തത് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 അല്ലേ? എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0, എനിക്കറിയാം ബി എന്നുള്ള സാധനം എന്താണ്? 1 ആണ്. അപ്പോൾ എ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു -1 അല്ലേടാ? ഇനി സി കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്കറിയാം minus a minus 2b plus c is equal to what? Is equal to 0. അപ്പോൾ ഞാൻ എഴുതുന്നു minus a minus 2b minus c is equal to 0. a എന്നൊരു സാധനം എന്താ? -1 ആണ്. അപ്പോൾ മൈനസ് ഓഫ് -1 -2 ഇൻറ്റു ബി എന്ന സാധനം എന്താ? ബി എന്ന സാധനം 1 ആണ്. മൈനസ് സി ഇസ് ഇക്വൽ ടു 0. അപ്പോൾ 1 -2 മൈനസ് സി ഇസ് ഇക്വൽ ടു 0. -1 ഇസ് ഇക്വൽ ടു മൈനസ് സി ഇസ് ഇക്വൽ ടു 0 അല്ലെങ്കിൽ മൈനസ് സി ഇസ് ഇക്വൽ ടു 1 അല്ലെങ്കിൽ സി ഇസ് ഇക്വൽ ടു -1. സോ മൈ ആൻസേഴ്സ് ആർ ദിസ് -1. മൈ ആൻസേഴ്സ് ആർ എന്താണ്? എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ എം ഈസ് ഈക്വൽ ടു കെ റേസ് ടു വി റേസ് ടു എത്രടാ? 1. എൻ്റെ വാല്യൂ എത്രടാ? -1. അടുത്തെന്താടാ? ഫോഴ്സിൻ്റെ പവറായ ബിൻ്റെ പവർ എത്ര നമുക്ക് കിട്ടില്ലേ? 1. എഫ് റേസ് ടു 1 ആൻഡ് ടി റേസ് ടു സിൻ്റെ പവർ എത്രടാ? സി റേസ് ടു സി എന്ന് പറഞ്ഞാൽ -1. സോ ദിസ് ഈസ് മൈ ആൻസർ. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ മൈ ആൻസർ ഈസ് ഓപ്ഷൻ എ അല്ലേ? എടാ ഓ സോറി ഇവിടെ -a -2b പ്ലസ് സി ആണ്. ഞാൻ ഇവിടെ എടുത്തിപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. ഇവിടെ പ്ലസ് സി അപ്പോൾ ഈ സ്റ്റെപ്പിൽ എന്തായി മാറും? സി ഈസ് ഈക്വൽ ടു 1 എന്നാണ് വരിക. അപ്പോൾ എൻ്റെ ആൻസർ ശരിക്കും എന്താണ്? എം ഈസ് ഈക്വൽ ടു കെ വി റേസ് ടു -1 എഫ് റേസ് ടു ബി എത്ര? ബിൻ്റെ ആൻസർ എത്രയും കിട്ടിയ? ബി റേസ് ടു 1 ആൻഡ് ടി റേസ് ടു 1. സോ മൈ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ചെറിയൊരു കെയർലെസ് മിസ്റ്റേക്ക് പറ്റി പോയി. ഓക്കെ, ബി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് വേഗം സ്ക്രൂ ഗേജ് വെർനിയർ കാലിപ്പർ എന്നുള്ള സാധനത്തിലോട്ട് പോവാം. അപ്പോൾ എടാ നിങ്ങൾക്ക് ആകെ അറിയേണ്ടത് നോക്കുക സ്ക്രൂ ഗേജ് ആകെ അറിയേണ്ട സാധനം എന്താണ്? ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് എന്നാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ എ സർക്കുലർ സ്കെയിൽ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. പിച്ച് എന്ന് പറഞ്ഞ സാധനം എന്താണ്? എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സ്ക്രൂ ഹെഡ് ഡിവൈഡ് ബൈ ദ നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ്. ഈ സാധനം അടിയിലോട്ട് പോകുമ്പോൾ എത്ര സാധനം തിരിയുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ തന്നുള്ളത്. പിച്ച് അതുപോലെ തന്നെ, സ്ക്രൂ ഗേജ് അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ ആകെ സ്ക്രൂ ഗേജിൽ ലീസ്റ്റ് കൗണ്ട് സാധനം മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ചോദിക്കുന്ന വേറെ റീഡിങ് സാധനം ഉണ്ടാവും. ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്തി. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ബേസിക്കലി വേറെ സ്ക്രൂ ഗേജ് ചോദിക്കുന്ന സാധനമാണ് മെഷർമെൻറ്റ് ഈസ് ഈക്വൽ ടു മീറ്റർ. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഒക്കെ തിയറി പറഞ്ഞാൽ ഒരുപാട് പറയാണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തത് വെർനിയർ കാലിപ്പറിലും ലീസ്റ്റ് കൗണ്ട് എന്ന സാധനം എന്താടാ? 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ -1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്നാണ്. ഓക്കെ, 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ -1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്നാണ്. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്താണ് എഴുതിയിട്ടുള്ളത്, എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ 2 ക്വസ്റ്റ്യൻ നമുക്ക് വേഗം ചെയ്ത് വിടാം. നോക്കാം, അത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. 1 centimeter on the mean scale of vernier calipers divided into 10 equal parts. Okay, if 20 divisions, എൻ്റെ കൂടെ തന്നെ ചെയ്തോ, നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ ചെയ്തോ, ഇത്ര ഇതിന് ചോദിക്കുള്ളൂ. ഈ സാധനത്തിൽ ഈ വെർനിയർ കാലിപ്പറിന് ചോദിക്കാൻ പറ്റുന്ന എല്ലാ സാധനവും ഈ ഒരു ക്വസ്റ്റ്യനിലുണ്ട്. നോക്കിക്കോ, 1 centimeter on the mean scale of the vernier caliper is divided into 10 equal division. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് മെയിൻ സ്കെയിലിൽ എത്ര പാർട്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 10 ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ
10 മെയിൻ സ്കെയിൽ ഡിവിഷൻസ് ആണ്. അല്ലെങ്കിൽ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞ സാധനം 1/10 സെൻറ്റിമീറ്റർ ആണ്, വിച്ച് ഈസ് 0.1 സെൻറ്റിമീറ്റർ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. വീണ്ടും പറയുന്നു, 1 സെൻറ്റിമീറ്റർ ഓൺ ദി മെയിൻ സ്കെയിൽ ഡിവിഷൻ ഓഫ് ദി വെർനിയർ കാലിപ്പർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 10 ഈക്വൽ പാർട്സ്. എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ 10 മെയിൻ സ്കെയിൽ ഡിവിഷൻസ് ആണ്. അങ്ങനെ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രടാ? 0.1 സെൻറ്റിമീറ്റർ എന്നാണ്. നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ലീസ്റ്റ് കൗണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എനിക്കറിയാവുന്ന ഒരേ ഇക്വേഷൻ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്നൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് എനിക്ക് ഡാറ്റാസ് ആണ്. ആ ഡാറ്റാസ് ആണ് ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കാം. ഇഫ് 20 ഡിവിഷൻ ഓൺ ദി വെർനിയർ കാലിപ്പർ കോയിൻസൈഡ് വിത്ത് 20 ഡിവിഷൻസ് ഓഫ് മെയിൻ സ്കെയിൽ, എന്ന് വെച്ചാൽ 20 വെർനിയർ കാലിപ്പർ ഡിവിഷൻ ഈസ് ഈക്വൽ ടു 8 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്നാണ്. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള അടുത്ത ഡാറ്റ. 20 VSD is equal to 8 MSD അല്ലേ? 20 VSD is equal to 8 MSD. അപ്പോൾ എനിക്ക് കിട്ടുന്നു 1 VSD is equal to 8/20 MSD. 4ന്റെ ടേബിൾ 2 times 5 times that is equal to 0.4 MSD. ഓക്കെ, അപ്പോൾ 1 VSD is equal to 0.4 MSD. ഇനി ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞ സാധനം എന്താടാ? ഇക്വേഷൻ ആകെ അറിയാവുന്ന ഇക്വേഷൻ ഇതാണ്, 1 MSD minus VSD. അപ്പം ലീസ്റ്റ് കൗണ്ട് is equal to 1 MSD minus 1 VSD. 1 VSD എത്ര നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു? -4 MSD ആണ്. -4 MSD ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 MSD. ഓക്കെ, 0.6 MSD. നമുക്കറിയാം 1 MSD എന്ന് പറഞ്ഞാൽ എത്രടാ? 0.1 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 1 MSD എന്ന് പറഞ്ഞാൽ 0.1 സെൻറ്റിമീറ്റർ ആണ്. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0.6 ഇൻറ്റു 0.1 സെൻറ്റിമീറ്റർ. സോ മൈ ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 0.06 സെൻറ്റിമീറ്റർ. ഇതൊക്കെയാണോ? ഇതൊക്കെ അല്ലടാ? ഒന്നുകൂടി പറഞ്ഞുതരാം. വെർനിയർ കാലിപ്പറിൽ നമുക്കറിയാവുന്ന ലീസ്റ്റ് കൗണ്ട് സാധനം 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്നാണ്. ഇതിനെ സഹായിക്കാൻ വേണ്ടി നമുക്ക് തന്ന ഡാറ്റ എന്ന് പറഞ്ഞത് 20 VSD is equal to 8 MSD ആണ്. അതിൽ നിന്ന് എനിക്ക് 1 VSD എന്ന് പറഞ്ഞ സാധനം -0.4 MSD എന്ന് കിട്ടി. ആ സാധനം ഞാൻ വീണ്ടും ഇതിൽ കൊണ്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് ഉത്തരം എന്തായി കിട്ടിയടാ? 0.6 MSD ആണ്. ഇതാണ് ഉത്തരം. പക്ഷേ ഒരു MSD എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 MSD ആണ്. അപ്പോൾ 1 MSD എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1 സെൻറ്റിമീറ്റർ. അത് ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞ സാധനം എത്രയാണ്? 0.06 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് മനസ്സിലായില്ലെങ്കിൽ ദയവ് ചെയ്ത് വീണ്ടും കാണാം, കാരണം എനിക്ക് 8:30 നിർത്തേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും സ്ക്രൂ ഗേജ് എന്നുള്ള സാധനത്തിലോട്ട് പോവാണ്. ഓക്കെ, ഇനി മുമ്പത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A spherometer has 100 equal divisions marked along the periphery of its disk, and 1 full rotation of the disk advances on the main scale by 0.01 centimeter. 1 full rotation of the disk advances on the main scale by 0.1 centimeter. എന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നത് പിച്ചാണ്. ഓക്കെ, പിച്ച് ഇസ് ഇക്വൽ ടു 0.01 സെൻറ്റിമീറ്റർ ആണ് എനിക്ക് തന്നത്. പിച്ച് എന്ന് പറഞ്ഞ സാധനം എന്താ? ഒരു ഫുൾ റൊട്ടേഷൻ, എത്രയോ നമ്പർ ഓഫ് റൊട്ടേഷൻ തീരുമ്പോൾ. പിച്ചിന് ശരിക്കും ഡെഫിനിഷൻ എന്താണ്? ലെങ്ത്, ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സ്ക്രൂ ഹെഡ്. അല്ലെങ്കിൽ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ദ സ്ക്രൂ ഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫുൾ റൊട്ടേഷൻ എന്നാണ്. ഓക്കെ, നമ്പർ ഓഫ് ഫുൾ റൊട്ടേഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് തീരുമ്പോൾ 0.01 സെൻറ്റിമീറ്റർ അത് പോകുന്നുണ്ട് കേട്ടോ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? പിച്ചാണ് ആ തന്നിട്ടുള്ള സാധനം. പിച്ച് ഇസ് ഇക്വൽ ടു 0.01 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം ലീസ്റ്റ് കൗണ്ട് ഇസ് ഇക്വൽ ടു പിച്ച് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് എന്നാണ്. സിംപ്ലി 0.01 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 100 ദാറ്റ് ഇസ് ഇക്വൽ ടു 10⁻² divided by 10⁻², that is equal to 10⁻⁻4 centimeter. This is your least count. ഇത്ര സ്ക്രൂ ഗേജിലുള്ളൂ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ലാസ്റ്റ് സ്ക്രൂ ഗേജിൽ ചോദിക്കാനുള്ള ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ലാസ്റ്റ് NEET 2018 ചോദിച്ചു. അതുകൂടി ചെയ്താൽ നമ്മുടെ ഇന്നത്തെ സെഷൻ തീർന്നു. നോക്കാം. A student measured the diameter of a steel ball using a screw gauge of least count 0.01 centimeter. The main scale reading is 5 millimeter and the zero of the circular division coincides with the 25 divisions above the reference level. If the screw gauge has zero error of 0.04 centimeter, the correct diameter of the ball is എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
എടാ നിങ്ങൾ ഈ സ്ക്രൂ ഗേജിൻ്റെ സാധനം വെർനിയർ കാലിപ്പറിൻ്റെ സാധനമൊക്കെ ദയവ് ഒന്നോ രണ്ടോ വട്ടം കാണാം. എനിക്ക് 8:30 പോകേണ്ടതുണ്ട്, സെഷൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇൻ കേസ് ഇനിയും കൺഫ്യൂഷൻ ആണെങ്കിൽ നാളെ നമ്മൾ വണ്ടി ചെയ്യുന്ന തൊട്ട് മുമ്പ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്നോ രണ്ടോ വട്ടം കാണാം. എത്രയേ ഉള്ളൂ. ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ കാലിപ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. 1 മീൻ സ്കെയിൽ ഡിവിഷൻ -1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്നാകുന്നു. സ്ക്രൂ ഗേജിൽ വരുമ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് പിച്ച് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് എന്നാകുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അവിടെ ഈ ടൈപ്പും ചോദിക്കാം. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ പിള്ളേരെ? മനസ്സിലാവുന്നില്ലേ അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റൻ നമ്മളൊന്നും ചെയ്തില്ല. പിച്ച് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ലീസ്റ്റ് കൗണ്ടിന് ഇക്വേഷൻ എന്താണ്? പിച്ച് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് എന്നാണ്. പിച്ച് 0.01, ദ ഡിവിഷൻസ് ക്വസ്റ്റിന് തന്നിട്ട് 100 ഡിവൈഡ് ബൈ 100. സിമ്പിൾ മാത്തമാറ്റിക്സ് അത്രയേ ഉള്ളൂ. അതിൻ്റെ തൊട്ട് മുതൽ ക്വസ്റ്റൻ നോക്കുക. ഇതാണ് ലീസ്റ്റ് കൗണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡഡ് ബൈ 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്നാകുന്നു. അപ്പോൾ എനിക്ക് ഈ സാധനത്തിൽ ഡാറ്റാസ് വേണം. ആ ഡാറ്റാസ് ആണ് ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തരുന്നത്. ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 2 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇസ് ഈക്വൽ ടു 8 mean scale division is 20 VSD is equal to 8 MSG. Then simple mathematics ചെയ്യുന്നു. 1 VSD is equal to 0.4 VSD എന്ന് കിട്ടുന്നു. അതിൽ ഇത് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്നു ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 0.6 മെയിൻ സ്കെയിൽ ഡിവിഷൻ ആണ്. ഇതാണ് എൻ്റെ ഉത്തരം കഴിഞ്ഞു. പക്ഷെ കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി എനിക്ക് ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ മെയിൻ സ്കെയിലിൽ 10 ഈക്വൽ ഡിവിഷനാണ് എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ സ്കെയിൽ 10 MSD എന്നുമാണ്. അപ്പോൾ 1 MSD എന്ന് പറഞ്ഞാൽ എത്രയാടാ? 1/10 സെൻറ്റിമീറ്റർ വിച്ച് ഇസ് 0.1 സെൻറ്റിമീറ്റർ. സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്തു. അപ്പോൾ ഒരു MSD എന്ന് പറഞ്ഞാൽ 0.1 സെൻറ്റിമീറ്റർ. അത് ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തു. അപ്പോൾ ലീസ്റ്റ് കൊണ്ട് കറക്റ്റ് ഡാറ്റ എത്രയാണ്? 0.06 സെൻറ്റിമീറ്റർ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇതോടെ നമ്മൾ അവസാനിക്കുന്നു. A student measured the diameter of a small steel ball using a screw gauge of least count of 0.01 centimeter. The mean scale reading is 5 millimeter and the 0 of the circular scale division coincides with the 25 divisions above the reference level. If screw gauge has 0 error of -0.04 centimeter, the correct diameter of the ball is. അപ്പോൾ നിങ്ങളിതൊക്കെ പ്രാക്ടിക്കലി കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സ്ക്രൂ ഗേജിന് 2 റീഡിംഗ് ഉണ്ടാവും. അതിൻ്റെ മെയിൻ സ്കെയിൽ റീഡിംഗ് ഉണ്ടാവും, അതിൻ്റെ സർക്കുലർ സ്കെയിൽ റീഡിംഗ് ഉണ്ടാവും. അതിൻ്റെ ബേസ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിൽ ഡിവിഷൻ റീഡിംഗ് പ്ലസ് സർക്കുലർ സ്കെയിൽ റീഡിംഗ് മൈനസ് എന്താണ്? ലീസ്റ്റ് എറർ എന്നാണ് അല്ലേ? ലീസ്റ്റ് എറർ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ ശരിക്കും ഇക്വേഷൻ എന്താണ്? റീഡിംഗ് ദ ആക്ച്വൽ റീഡിംഗ് ഇസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് ദ സർക്കുലർ സ്കെയിൽ റീഡിംഗ് മൈനസ് ദ ലീസ്റ്റ് മൈനസ് ദ എന്താണ്? 0 എറർ എന്നാണ്. മൈനസ് ദ 0 എറർ എന്നാണ്. മൈനസ് ദ 0 എറർ എന്നാണ്. ഇതാണ് ശരിക്കത്തെ ഫോർമുല. ഓക്കെ. അപ്പോൾ മെയിൻ സ്കെയിൽ റീഡിംഗ് ക്വസ്റ്റൻ എത്തുന്നതല്ല 5 millimeter. നമുക്ക് ആൻസറൊക്കെ എന്തിനാണുള്ളടാ? സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഒക്കെ ഞാൻ സെൻറ്റിമീറ്ററിലായിരുന്നു. അപ്പോൾ മെയിൻ സ്കെയിൽ റീഡിംഗ് 5 millimeter എന്ന് വെച്ചാൽ എത്രയാണ്? 0.5 സെൻറ്റിമീറ്റർ പ്ലസ് സർക്കുലർ സ്കെയിൽ റീഡിംഗ് നോക്കിക്കേ. 25 ഡിവിഷൻസ് കടന്നിട്ടുണ്ട് അല്ലേ? 25 വരകൾ 25 ഡിവിഷൻസ് കടന്നിട്ടുണ്ട്. ഓരോ ഡിവിഷനും ഓരോ റീഡിങ്ങും എത്രയാണ്? 0.01 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ +2 എന്ന് റീകോൾ ചെയ്താൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചോ സ്ക്രൂ ഗേജിനുള്ള സാധനം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 25 റീഡിങ്സ് മുമ്പോട്ട് പോയിട്ടുണ്ട്. ഓരോ റീഡിങ്ങും 0.01 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സർക്കുലർ സ്കെയിൽ റീഡിംഗ് എത്രയാടാ? 25 into 0.001 സെൻറ്റിമീറ്റർ എന്നാണ്. ഇതാണ് സർക്കുലർ സ്കെയിലെ റീഡിംഗ്. ഇനി മൈനസ് ദ 0 എറർ. 0 എറർ എത്ര എന്നിട്ട്? -0.04 ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. -0.04 സെൻറ്റിമീറ്റർ ആകുന്നു. സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്യുക. 0.5 പ്ലസ് 0.025 പ്ലസ് 0.04 അല്ലെ? മൈനസ് പ്ലസ് ആയി. സോ ആൻസർ ഈസ് 0.529 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ഡി. ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. 8:30 നമ്മൾ ഡീടോക്സ് ഉണ്ട് കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ആ മറ്റേ +2 സ്ക്രൂ ഗേജ് കണ്ടിട്ടില്ലെങ്കിൽ, ഇനി സ്ക്രൂ ഗേജ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കുക. സ്ക്രൂ ഗേജിന് മെയിൻ സ്കെയിൽ റീഡിംഗ് ഉണ്ട്, ഒരു സർക്കുലർ സ്കെയിൽ റീഡിംഗ് ഉണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്യുക, 0 എറർ ഇതിനെ സബ്ട്രാക്ട് ചെയ്യുക. അതാണ് നിങ്ങൾ റിസൾട്ട് വരിക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ മെയിൻ സ്കെയിൽ റീഡിംഗ് ഡയറക്റ്റ് ആയിട്ട് 5 millimeter തന്നിട്ടുണ്ട്. സർക്കുലർ സ്കെയിൽ റീഡിംഗ് ഡയറക്റ്റ് തന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സർക്കുലർ സ്കെയിലിൽ ഓരോ ഡിവിഷൻസ് ആക്യുറസി, അതിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞത് 0.01 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ 25 റെഫറൻസ് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ
25 റീഡിങ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ 25 ഇൻറ്റു 0.001 സെൻറ്റിമീറ്ററാണ് നമുക്ക് സർക്കുലർ സ്കെയിൽ റീഡിംഗ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇത് രണ്ടും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും ഉത്തരമായി. പക്ഷേ കുറച്ചുകൂടി ആക്യുറേറ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തും തന്നിട്ടുണ്ട്, 0 എററും തന്നിട്ടുണ്ട്. അപ്പോൾ 0 എറർ നിങ്ങൾ ഇതിന് സബ്ട്രാക്ട് ചെയ്യണം. 0 എറർ എത്രയാണ്? -0.04 ആണ്. മൈനസും പ്ലസ് ആവുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അടുത്തൊരു എല്ലാം ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇൻ കേസ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ സാധനം ഒന്ന് സ്ലോ ചെയ്ത് 1-2 വട്ടം കേട്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. എനിക്ക് എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ അറിയിക്കുക. നാളെ നമുക്ക് 1-2 വെർനിയർ കാലിപ്പർ ക്വസ്റ്റിനെ കൂടി ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ വേഗം ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചേ. ഇതാണ് നമ്മളെ ഇന്നത്തെ ഡോപ്പ ക്യാപ്സ്റ്റോണായിട്ടുള്ള എൻട്രൻസ് ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വെറുതെ ഉത്തരം അവിടെ നോക്കി പറയരുത്. നിങ്ങൾ വേഗം ഉത്തരം എനിക്ക് പറഞ്ഞുതരാം. The Planck's constant h, speed of light in vacuum c, and the Newton's gravitational constant g are 3 fundamental constants. Which of the following combinations of these has the dimensions of length? വെറുതെ ABCD പറയരുത്, ദയവ് ചെയ്ത് കുറച്ചൊരു എന്ത് കാണിക്കുക മക്കളെ, സത്യസന്ധത കാണിച്ചിട്ട് ഉത്തരം ഒന്ന് ചെയ്തിട്ടൊന്ന് ഉത്തരം പറഞ്ഞേ. ഓപ്ഷൻ കാണിച്ചാൽ നിങ്ങൾ വെറുതെ ABCD എന്ന് അറിയില്ല. എനിക്ക് ഉത്തരമാണ് വേണ്ടത്. h⁻⁶ CB⁻², അങ്ങനത്തെ ഉത്തരം വേഗം പറഞ്ഞേടാ. വേഗം ഉത്തരം കാണിച്ച എല്ലാവരും. നമ്മളെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമുക്ക് എന്തുണ്ടടാ, നമുക്ക് 8:00 ഡീടോക്സ് ഉണ്ട്. അപ്പം നിങ്ങൾ √HC/G ഇല്ലല്ല, ഒന്നുമല്ല. വേഗം ഉത്തരം ദയവ് ചെയ്ത് മെല്ലെ ചെയ്യുക. ഓരോ സാധനം മെല്ലെ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അല്ല ഉത്തരം പറഞ്ഞാൽ ഫസ്റ്റ് ഉത്തരം പറഞ്ഞാൽ നമുക്ക് ഫ്രീ ഡോപ്പ ക്യാപ്സ്യൂളാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ഡോപ്പ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. √HC/C⁻³ യെസ്, ഉത്തരം വന്നിട്ടുണ്ട് ഗൈസ്, ഉത്തരം വന്നിട്ടുണ്ട്. ഗുഡ്. ഇപ്പോൾ ഫസ്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുള്ളത് അലൈക്കുട്ടി മാത്യു ആണ്. അല്ലേ? യെസ്, ഓപ്ഷൻ എ √HG/C⁻². ഇതാണ് ആൻസർ ആയിട്ടുള്ളത്. എങ്ങനെ വന്നിട്ടുള്ളത് നമുക്ക് വേഗം ചെയ്ത് നോക്കാം. h എന്ന് പറഞ്ഞ സാധനം എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഇക്വേഷൻ hc⁻λ എന്നാണ്. അപ്പോൾ ml² T⁻² h. L എന്ന് പറഞ്ഞ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് T⁻⁻1. ലാംഡ L വെട്ടിപ്പോയി T⁻⁻. അപ്പോൾ ml² T⁻⁻1 ആണ് hന്റെ ഡയമെൻഷൻ. ബാക്കി ജിന്റെ ഡയമെൻഷൻ എത്രടാ? ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ഡയമെൻഷൻ m⁻1 L⁻2 തന്നെയല്ലേ? L² തന്നെയല്ലേ? L⁻3 അല്ലേ? L⁻3 T⁻⁻2 എന്നാണ്. പിന്നെ സി എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്, L⁻⁻1 ആണ്. പിന്നെ സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്യുക. ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു h⁻A G⁻B C⁻C. സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. വേറെ ഒന്നും സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പം അലൈക്കുട്ടി മാത്യുവിനാണ് സാധനം അടിച്ചിട്ടുള്ളത്. അവനാണ് ആദ്യ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അപ്പം നാളെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാകാത്ത ഒരു ഏരിയ വെർനിയർ കാലിപ്പർ ആണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത സാധനം 1-2 വട്ടം കേൾക്കുക. അത്രയേ ഉള്ളൂ. ലീസ്റ്റ് കൗണ്ട് = 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ -1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. അതാണ് വെർനിയർ കാലിപ്പർ നിങ്ങൾ പഠിക്കുന്നത്. സ്ക്രൂ ഗേജിലാകുമ്പോൾ ലീസ്റ്റ് കൗണ്ട് നിങ്ങൾ പഠിക്കുന്നത് പിച്ച് / ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് എന്നാണ്. അപ്പോൾ വെർനിയർ കാലിപ്പറിനെ സംബന്ധിച്ചിടത്തോളം 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ -1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ, അതാണ് ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്താണ്, വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്താണെന്ന് അറിയണം. അതിനാണ് ക്വസ്റ്റ്യൻ വേറെ പല ഡാറ്റാസ് ഇവർ രണ്ടാളും ബന്ധപ്പെടുത്തിയിട്ടുള്ള പല ഡാറ്റാസ് തരുന്നത്. അത് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് അവസാനം ഉത്തരമായി. ഇനി സ്ക്രൂ ഗേജിൽ വരുമ്പോൾ പിച്ച് / ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് എന്നാണ്. പിച്ച് എന്ന് പറഞ്ഞ സാധനം നമ്മളിതാ സ്ക്രൂ ഗേജിൽ വട്ടം ശരിക്കും സ്ക്രൂ ആണ്. നമ്മൾ സാധനങ്ങൾ തിരിക്കുമ്പോൾ സ്ക്രൂവിന് അടിയിലോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ പിച്ച് എന്ന സാധനം ദ ഡിസ്റ്റൻസ് ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ അഡ്വാൻസ് ബൈ ദ സ്ക്രൂ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻ. എത്ര വട്ടം നിങ്ങൾ കറക്കിയിട്ടാണ് ഇത് എത്ര ഡിസ്റ്റൻസ് പോയിട്ടുള്ളത് എന്നാണ് അളക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ പിച്ച് = എന്താണ്? ഡിസ്റ്റൻസ് അഡ്വാൻസ് ബൈ ദി സ്ക്രൂ ഡിവൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് എന്നാണ്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ പിച്ച് / ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് എന്നാണ്. രണ്ട് സാധനം സിമ്പിൾ ഡിവൈഡ് ചെയ്യാം. ഈ സ്ക്രൂ ഗേജ് സംബന്ധിച്ച് വേറെ റീഡിങ്സ് ആയിട്ട് ചോദിക്കും. റീഡിങ്സ് എന്ന് പറഞ്ഞാൽ 1 മെയിൻ സ്കെയിൽ റീഡിങ്സ് എങ്ങനെയാണ്? മെയിൻ സ്കെയിൽ ഡിവിഷൻ പ്ലസ്
സർക്കുലർ സ്കെയിൽ ഡിവിഷൻ -0 എറർ എന്നാണ്. ഓക്കെ, ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സർക്കുലേഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും, ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടാവും അതിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞ് 0.0 ബ്ലാ ബ്ലാ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. നമ്പർ എത്ര വട്ടം എത്ര റെഫറൻസിലോട്ട് പോയിട്ടുണ്ട്, സർക്കുലർ സ്കെയിൽ റെഫറൻസ് പോയിന്റിൽ നിന്ന് എത്ര ഡിവിഷൻസ് പോയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ 25 ഡിവിഷൻസ് പോയിട്ടുണ്ട്. ഓരോ ഡിവിഷൻസും 0.001 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സർക്കുലർ സ്കെയിൽ റീഡിംഗ് എത്രയാണ്? 25 × 0.001 സെൻറ്റിമീറ്റർ. സർക്കുലർ സ്കെയിൽ റീഡിംഗ് കിട്ടി. മെയിൻ സ്കെയിൽ റീഡിംഗ് ക്വസ്റ്റ്യൻ രണ്ടും ആഡ് ചെയ്തു, 0 വരെ സബ്ട്രാക്ട് ചെയ്തു, യുവർ ആൻസേഴ്സ് റെഡി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിനി നമുക്ക് അടുത്ത നേരെ ലൈവിലോട്ട് പോവുകയാണ്. ഡി ടോക്ക് ലൈവ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകും. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നില്ലടാ, ഞാൻ ഈ നാളെ സെഷൻ എടുക്കണോ, ക്ലിയർ ആണോ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ, ഓക്കെ ആണോ, നാളെ ഇതേമാതിരി കഷ്ടപ്പെട്ട് ഞാൻ നിങ്ങളെ സമയം എൻ്റെ സമയം കളയേണ്ട ആവശ്യമുണ്ടോ? വേഗം ഒന്ന് പറഞ്ഞ്, വേഗം പറഞ്ഞ്, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ, വേഗം പറഞ്ഞടാ. അപ്പോൾ നമുക്ക് നാളെ കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത ലൈവിലോട്ട് പോകും. ഓക്കെ.